നന്ദി കർത്താവ് എന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ വാഴ്ത്താം, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ ജനിച്ചപ്പോഴേ ക്രിസ്തു യേശുവിന്റെ അവകാശിയായിട്ടാണ്. പൊന്നു വെള്ളി എന്റെ കയ്യിലില്ല, എന്നിലുള്ള ശക്തിയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. പൊന്നു വെളിയോ എന്റെ കയ്യിലില്ല, യേശുവിന്റെ രക്തത്താൽ, അമൂല്യമായ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ആമേൻ. എനിക്കൊന്ന് ചില ആളുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 5-6 മാസം മുമ്പുള്ള വചനധ്യാനത്തിൽ കിടക്കുവാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇന്നലെ എടുത്തായിരുന്നു. പൊന്നുവെള്ളി എന്നീ വിലയേറിയ വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നമ്മളെ വീണ്ടും എടുത്തിരിക്കുന്നു, നമ്മളെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ പുതുതായി ജനിക്കണം. വീണ്ടും ജനനത്തെ പറ്റിയാണ് നമ്മൾ കേട്ടത്. വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക, നിത്യജീവൻ അവകാശമാക്കുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർമാനമായിട്ട് നമ്മൾ വീണ്ടും അതേ വചനധ്യാനം തന്നെ പിന്നെയും നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ എടുക്കാം. പത്രോസ്ലീഹായുടെ ലേഖനം തന്നെയാണ്. പത്രോസ്ലീഹായുടെ ലേഖനത്തിൻ്റെ അകത്ത് പത്രോസ്ലീഹായുടെ ഇന്നലെ വായിച്ച വാക്യത്തിൻ്റെ ബാക്കി ഭാഗം പോലെ നമുക്കൊന്ന് പോകാം. ഇന്നലെ നമ്മൾ കേട്ടു, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ, ഇവിടെ നിങ്ങൾ കേട്ടല്ലോ, പൊന്നിനേക്കാളും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ കേട്ടു, ഇതാണ് നിത്യജീവനിലേക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അപ്പൊ നിത്യജീവൻ ലഭിച്ചു കഴിയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ നിത്യജീവന് ദൈവം അവകാശിയാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ നമുക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാർ ഓർത്തിരിക്കുന്നത് സ്വർഗത്തിൽ ചെന്ന് നിത്യജീവനെ മേടിക്കുവാൻ നിൽക്കുന്ന ആളുകളായിട്ടാണ് നമ്മളെ പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ തിരിച്ചറിഞ്ഞോണേ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ തന്നെ നിത്യജീവന്റെ സമൃദ്ധി അനുഭവിക്കുന്നവരാകണം. നിത്യജീവന്റെ സമൃദ്ധിയെ അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഇവിടെ നോക്കുക, ക്ഷയം, മാലിന്യം, വാട്ടം, നോക്കിക്കേ, ഇവയില്ലാത്ത അവകാശത്തിനായി നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ്, അപ്പം പല ആൾക്കാരും പല ചിന്ത വന്നേക്കാം, ബ്രദറെ ഞങ്ങൾ കേട്ടിരിക്കുന്നത് അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാമോ ജീവനോടെ ശേഷിക്കുന്ന നാമോ രൂപാന്തരപ്പെടും. നമുക്ക് രൂപാന്തരമുണ്ടാകും. താഴ്ചയുള്ള നമ്മുടെ ശരീരം ഉയർച്ചയുള്ള ക്രിസ്തുവിൻ്റെ ശരീരവുമായി നമ്മൾ തേജസ്കരിക്കപ്പെടും. ആ സമയത്ത് നമ്മൾ രൂപാന്തരപ്പെടും. ആ രൂപാന്തരപ്പെടുന്നതും ഇവിടെ ജയകരമായ ക്രിസ്തു യേശുവിലുള്ള ജീവിതവും രണ്ടും രണ്ടാണ്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല ആൾക്കാരും പറയാറുണ്ട്, അതായത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ രോഗമില്ലാത്ത, വേദനയില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ആ ജീവനിലേക്ക് നമ്മൾ ചെല്ലുമെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നിങ്ങളെ ഇങ്ങനെ ഒരു ജീവിതം ഭൂമിയിലുണ്ട്. ഇങ്ങനെ ഒരു ജീവിതം ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം. അപ്പൊ സൗഖ്യം എന്നുള്ളത് രോഗം
നിങ്ങളുടെ ശരീരത്തിൽ വന്നാൽ അതിനെ സൗഖ്യമാക്കുകയും, യിരെമ്യാവിൽ ഞാൻ എന്നുള്ള വാക്യം പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം തരികയും. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗം ഇല്ലാത്ത അവസ്ഥ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥയാന്ന് പറ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ. ആമേൻ. അപ്പൊ ഇതാണ് പറഞ്ഞ ക്ഷയം, മാലിന്യം, വാട്ടം, ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്ന ആകത്തുകയാണ്. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കുക. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത വാക്യം നോക്കിയാൽ മതി. നമ്മൾ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം കേട്ടു, ക്രിസ്തു യേശുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് നമ്മൾ കേട്ടു അല്ലേ. ഈ വിലയ്ക്ക് വാങ്ങി നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാ ജനിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പത്രോസ് ലീഹായുടെ തന്നെ അതേ ലേഖനത്തിന്റെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കെടുന്ന ബീജത്താൽ, നോക്കിയേ 23-ാമത്തെ വാക്യം 1-ാമത്തെ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ജീവനുള്ള ദൈവവചനത്താൽ അത്ര വീണ്ടും ജനിച്ചിരിക്കുന്നു. നോക്കിയേ, അപ്പൊ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യം കേട്ടല്ലോ. നോക്കിയേ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ജനിക്കുന്നത് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്നല്ല. നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ. സ്ത്രീ എന്ന പദത്തിന് മനസ്സിലായല്ലോ, ഒരു മാതാവിന്റെ ഉദരത്തിൽ നിന്നാണ് ജനിക്കുന്നത് അല്ലെ. എന്നാൽ ഇവിടെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവവചനത്താൽ ഗർഭം ധരിച്ചു ജനിക്കുന്നു. ഇങ്ങനെ ജനിച്ചിരിക്കുന്ന നിങ്ങൾ, ബൈബിൾ പറയുന്നു, നിങ്ങൾ അവകാശത്തിനായി, നിങ്ങളെ നോക്കി ഈ വാക്ക് കണ്ടോ, അവകാശത്തിനായി ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണെ, അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ വചനത്താൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ ബൈബിൾ പറയുന്നു, ഞാൻ ദൈവവചനത്താൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ ഞാൻ അവകാശത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പൊ ദൈവവചനപ്രകാരം ഞാനിപ്പോ അവകാശിയാണ്. ദൈവവചനപ്രകാരം നിങ്ങളും ഞാനും ആരാണ്? ദൈവത്തിന്റെ അവകാശികളാണ്. അപ്പൊ ദൈവത്തിന്റെ അവകാശികളായ നമ്മൾ ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും, ഞാനത് എപ്പോഴും പറയുന്നത് അല്ലെ, ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും നിങ്ങളും ഞാനും അവകാശികളാണ്. അപ്പൊ നമുക്ക് അവകാശങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ നമുക്ക് എന്തുണ്ട്? അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾക്കകത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ആമേൻ. നോക്കിയേ, അവകാശങ്ങൾക്കകത്താണ് നിങ്ങളും ഞാനും എപ്പോഴും ജീവിക്കുന്നത്. ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഉള്ളത്തിൽ അത് കയറാൻ വേണ്ടിയാണ്. അപ്പൊ വീണ്ടും ജനിച്ചവൻ ജീവിക്കുന്നത് അവകാശങ്ങൾ അനുഭവിക്കുവാൻ ജനിപ്പിച്ചിരിക്കും. ഇതാണ് നിത്യജീവൻ എൻ്റെ അവകാശം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, നിത്യജീവൻ എൻ്റെ അവകാശമാന്ന് പറ. നിത്യജീവൻ എന്റെ അവകാശമാണ്. അപ്പൊ നിത്യജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിരിക്കുന്നത് നമ്മൾ നിത്യജീവനെ അവകാശമാക്കണമെന്നല്ല. നിത്യജീവൻ നമുക്ക് അവകാശമാണ്. അങ്ങനെ ജനിച്ചവരാണ് നിങ്ങൾ. ദൈവത്തിന്റെ വചനത്താൽ ജനിച്ച നിങ്ങൾക്ക് നിത്യജീവൻ ഉള്ളത് വിദൂരമല്ല. നിത്യജീവൻ ഉള്ളത് നിങ്ങളുടെ അവകാശമാണ്. അപ്പൊ ഈ അവകാശത്തിനായിട്ട് നിങ്ങളെ നോക്കി, ഈ വാക്ക് കണ്ടോ, അവകാശത്തിനായിട്ട് നിങ്ങൾ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്ക് നമ്മൾ വ്യക്തമാക്കണം. ഈ അവകാശത്തിനായി, എന്താണ് ഈ അവകാശത്തിനായി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അവകാശത്തിനായി എന്നതിന്റെ അർത്ഥം, അവകാശത്തിനായി ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും കിട്ടുക, സകല അവകാശിയാണ്. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവകാശത്തിനായി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു, അവകാശികളല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പത്രോസ് ലീഹ ഇത് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് യഹൂദന്മാരായ ആൾക്കാരോടാണ്. നമുക്കും വേണ്ടിയുള്ളതാണ്, വിജാതികളായിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയുള്ളതാണെങ്കിലും പത്രോസ് ലീഗ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് യഹൂദന്മാരോടാണ്. ഇത് പറയുന്നത് പോലെയാണ്.
എന്നിട്ട് പറയാണ് നിങ്ങളെ ഇതിനായിട്ട് അവകാശിയായി ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇന്നലകളിൽ നിങ്ങളല്ലായിരുന്നു. അതുകൊണ്ടാണ് അന്യനും പരദേശിയും എന്നൊക്കെ ബൈബിൾ ഒരു പദം കാണാൻ കാരണം. ഇപ്പോൾ നിങ്ങളെ അവകാശത്തിനായി, അപ്പൊ ഇന്നലെ നിങ്ങളല്ലായിരുന്നു, ഇപ്പോൾ അവകാശത്തിനായി. അപ്പൊ ജനിച്ചത് തന്നെ അവകാശിയായിട്ടാ. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുന്ന വ്യക്തി അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വാചകങ്ങൾക്കൊക്കെ തിരുത്തൽ വരുത്തണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവകാശിയെ പോലെയല്ല, ജനിച്ചതേ ഇത് അനുഭവിക്കാനാ. എൻ്റെ കൂടെ പറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടത് തന്നെ, ഞാൻ എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഈ ആത്മീയ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹവും മിക്സ് ചെയ്താണ് ഇതിൻ്റെ അകത്തെന്ന് പറയുന്ന കാര്യം. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ആത്മീയ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹവും വേണം, രണ്ടും ഒന്നാണ്, രണ്ടും രണ്ടല്ല. അപ്പൊ അവകാശി എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ഈ യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് സൗഖ്യം അവകാശമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ രോഗസൗഖ്യം എൻ്റെ ആവശ്യമല്ല, അവകാശമാണെന്ന് പറ. രോഗസൗഖ്യം എന്റെ ആവശ്യമല്ല, എന്റെ അവകാശമാണ്. ആമേൻ. ഇങ്ങനെ അവകാശികൾക്കാകാൻ വേണ്ടിയാണ് നാം വീണ്ടും ജനിക്കുന്നത്. അല്ലാതെ നിങ്ങൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സഭ ചാടിച്ചാടി പോകുന്നതല്ല, ഏതെങ്കിലും ഒരു ബ്രദറിന്റെ പുറകെ പോകുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ ബ്രദറെ ഞാൻ കുറേ വർഷമായിട്ട് അവിടെയായിരുന്നു ഇവിടെയായിരുന്നു ഓടി നടക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പേ അന്യനായിരുന്നു, പരദേശിയായിരുന്നു. എന്നാൽ ഇപ്പോൾ വചനം എന്ന, ഇങ്ങനെ അങ്ങ് പറയുകയാണ്, വചനം എന്ന ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന വചനത്തിന്റെ മക്കളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് കിടുന്ന ബീജത്താൽ ല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനിച്ചു. എന്താ വീണ്ടും ജനിച്ചു എന്ന് പറയാൻ കാരണം, അമ്മയുടെ ഉദരത്തിലായി ജനിച്ച നിങ്ങൾ, ആരത്തിന്റെ തലമുറയിൽ ജനിച്ച നിങ്ങൾ വചനമെന്ന ഗർഭപാത്രത്തിൽ ജനിച്ചു പുറത്തേക്ക് വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. വചനത്താൽ ജനിച്ചു. അപ്പൊ വചനത്താൽ ജനിച്ചു എങ്കിൽ നിങ്ങൾ അന്യനല്ല, അവകാശിയ. വ്യത്യാസം മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വചനത്താൽ ജനിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞത് അതുകൊണ്ടാണ് പലരും നിങ്ങളിട്ടില്ലേ, ചിലർ പ്രസംഗിക്കാറില്ലേ, കർത്താവായി നിങ്ങൾ മാനസാന്തരപ്പെട്ട് വചനത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്തുവാ ഈ പറയുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കണം. അല്ല, എന്നെ കുഴപ്പം ഞാൻ പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പിശാചിന് നമ്മുടെ മേലുള്ള ആധിപത്യം എന്താണ്? പിശാചിന് നമ്മുടെ മേലുള്ള ആധിപത്യം എന്താണ്? ആധിപത്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കാൻ അവന് കഴിയും. ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയും. എന്നാൽ വചനത്തിൽ നിന്ന് ജനിച്ചവനെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അവന് സ്വാധീനിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ രണ്ട് വ്യത്യാസം പറയാം. നിങ്ങളുടെ വീട്ടിൽ ജനിച്ച കുഞ്ഞും അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടിൽ ജനിച്ച വ്യക്തി കുഞ്ഞും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രൂപത്തിലല്ല ഞാൻ പറഞ്ഞത്, സ്ഥാനത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും പിള്ളേരാണ്. ഉണ്ട്. ഒരുപാട് എന്നാ വ്യത്യാസം? വ്യത്യാസമുണ്ട്. അധികാരത്തിലുണ്ട്, നമ്മുടെ അധികാരമുണ്ട്. രാജ്യത്തിന് അധികാരമുണ്ട്. നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും വേണേ പെട്ടെന്ന് കയറി വരാം, എപ്പോൾ വേണേലും നമുക്ക് പോകാം, കുഞ്ഞുങ്ങളെ വേണേൽ എടുക്കാൻ പിടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ? പക്ഷെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓടിച്ചാടി കയറി ചെല്ലാൻ പറ്റത്തില്ല. വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ സമയത്ത് ജനിച്ചതായിരിക്കാം, രണ്ടും മനുഷ്യ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കാം, ഒരേ പ്രായമായിരിക്കാം, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. രണ്ട് സ്ഥലത്തേക്കും പെട്ടെന്ന്, ഒരു സ്ഥലത്ത് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റും അല്ലേ? നിങ്ങളെ വീട്ടിലോട്ട് പെട്ടെന്ന് ഓടി ആർക്കും വരാൻ പറ്റും. പക്ഷേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഭവനത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സെക്യൂരിറ്റികളുണ്ട്, ഒത്തിരി നിബന്ധനകളുണ്ട്, അതെല്ലാം മറികടന്ന് വേണം ചെയ്യുവാൻ. ഇതേപോലെ തന്നെ രക്ഷിക്കപ്പെട്ടവന് കാവലായി ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി സൈന്യങ്ങളുടെ യഹോവയുടെ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയാകുന്നു. അപ്പൊ ഇതെല്ലാം മറികടന്ന് വേണം പിശാചിന് നിങ്ങളെ തൊടാൻ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നൊക്കെ ചോദിക്കാൻ കാരണം മനസ്സിലായോ? അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, വചനത്താൽ നിങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകുന്നു. ഇതാണ് നിങ്ങൾ നിത്യജീവന് വേണ്ടി ജനിച്ചവരാ. നിങ്ങൾ നിത്യജീവനെ പല ആൾക്കാരും ചിന്തിച്ച നിത്യജീവനിലേക്ക്, ബ്രദറെ ഞങ്ങൾ പൗലോസ് പറഞ്ഞു, വല്ല വിധേനയും എന്ത് ചെയ്യണം, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേർന്നതൊക്കെ പറഞ്ഞ പോലെ നിത്യജീവനെ അവകാശമാക്കാൻ നിൽക്കുന്നവരല്ല, നിത്യജീവൻ അവകാശികളാ നിങ്ങൾ ജന്മം കൊണ്ട്.
ജന്മം കൊണ്ട് നിങ്ങൾ അവകാശികളാണ്, ജനനത്തിലൂടെ നിങ്ങൾ അവകാശികളാണ്. ഈ തിരിച്ചറിവില്ലാത്തവരെന്ത് സംഭവിക്കുന്ന അറിയാവോ? നാശത്തിലേക്ക് പോകുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ക്ലോസ് കണ്ടോ, നശിച്ചു പോകാതെ, യോഹന്നാൻ 3:13 നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയാണ് യേശുവിനെ നൽകി. യേശുവിലൂടെ നിങ്ങളുടെ പാപശാപ രോഗം മുഴുവനും എടുത്തു മാറ്റി വചനത്താൽ ജനിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കി. അങ്ങനെ ജനിച്ച നിങ്ങൾ, പല ആൾക്കാരും വചനത്താൽ ജനിച്ചുവെങ്കിലും നശിച്ചു പോകുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇതാണ് കാരണം. ഇതാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, പത്രോസ് ലീഹായുടെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുവിൻ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയില്ല, ബ്രദറെ, രക്ഷയ്ക്കായി വളരണം എന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, രക്ഷയ്ക്കായി. അപ്പൊ രക്ഷയ്ക്കായി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു വളർച്ച വരണം, മെച്യൂരിറ്റി ഉണ്ടാകണം. അതാണ് രക്ഷയ്ക്കായി എന്നൊരു പദം കൊടുത്തിരിക്കുന്നത്. മെച്യൂരിറ്റി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു വീണ് വീട്ടിലോട്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കുഞ്ഞ് ജനിച്ച് വീണ ഉടനെ ആകെ കുഞ്ഞിനെ അറിയാവുന്നത് കരയാനല്ലേ. എന്ത് വേണം, സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്ത് ചെയ്യും? കരയും. അതുമൊക്കെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ അറിയാത്തതുകൊണ്ട് അത് കരഞ്ഞുകൊണ്ടിരിക്കും. അതിന് വളർച്ച ആവശ്യമാണ്. രക്ഷയ്ക്കായി വളരുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ജനിച്ച വ്യക്തിക്ക്, ഇപ്പോൾ ഞാൻ പറയാം, ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന് നിങ്ങൾ പാലോ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? പറ. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും അല്ലെ. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും. കാരണം എന്ന് വെച്ചാൽ അതിന് ആഹാരം ലഭിക്കാതെ വരുമ്പോൾ അതെന്ത് സംഭവിക്കും? അതിന് ജീവൻ നിലനിർത്താൻ കഴിയാതെ വരും. ഇങ്ങനെയാണ് അനേകർ നശിച്ചു പോകുന്നത്. ഇങ്ങനെയാണ് അനേകർ രക്ഷയിൽ നിന്നും വീണു പോകുന്നത്. കാരണം രക്ഷിക്കപ്പെട്ട വ്യക്തി വളരണം. രക്ഷിക്കപ്പെട്ട വ്യക്തി വളരുന്നില്ല എങ്കിൽ, ഇതുകൊണ്ടാണ് ഞാൻ ഈ പ്രയർ ലൈൻ വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയും, ബ്രദർ പറഞ്ഞിട്ടുണ്ട് ദരിദ്രരെ വിളിക്കരുതെന്ന്. അപ്പൊ ആളുകളുടെ ചിന്തയിൽ ഈ ദരിദ്രരെ വിളിച്ച് പ്രാർത്ഥനാ വിഷയം പറയുന്നത് കൊണ്ട് ബ്രദറിന് ഭയങ്കര വൈരാഗ്യമാണ്. അതിന്റെ കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ വൺസ് നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് അതിന്റെ മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്കൊരു സമയമുണ്ട്. പിറ്റേ ദിവസവും വിളിച്ചു പറയുക. നിങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നോ പഞ്ചായത്തിൽ കൊണ്ടുവന്നോ ഒരു പരാതി കൊടുത്താൽ അത് കൊടുത്ത് അവിടുത്തെ ആള് പറയുക ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസവും പോയിട്ട് നിങ്ങൾ പരാതി കൊടുക്കോ? ഇല്ല. പിറ്റേ ദിവസവും പോയിട്ട് പിന്നെയും പരാതി കൊടുക്കോ? ഇല്ല. നമുക്കറിയാം അതവിടെ സ്വീകരിച്ചു. ഇതേപോലെ തന്നെയാണ്, നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും. ആ നിമിഷം മുതൽ ദൈവസന്നിധിയിൽ നിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കണം. അതുകൊണ്ടാണ് പ്രയർ ലൈനിൽ വിളിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അധികം ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത്. എപ്പോഴും പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് അവരെ വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കരുത്. പകരം അവരെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പിച്ച് വളർത്തണം. എന്നാണ് വചനം എന്ന മായമില്ല. ഒരു മിനിറ്റ്. അപ്പൊ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് എന്തിനാണ് വളരുന്നത്? വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചൊരു വ്യക്തി വളർന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസത്തിൽ ആ വ്യക്തി ചത്തുപോകും. നോക്കിക്കേ, ആ വ്യക്തി ചത്തുപോകാതിരിക്കാൻ വേണ്ടി എന്ത് സംഭവിക്കും? നമുക്ക് വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. അപ്പൊ രക്ഷയ്ക്കായി എന്ന് പറഞ്ഞ രക്ഷിക്കപ്പെട്ട വ്യക്തി സ്റ്റേബിളായി നിൽക്കണമെങ്കിൽ എന്താവശ്യമാണ്? വചനം ആവശ്യമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയുകയാണ്, സഹോദരി എന്നാ പ്രാർത്ഥന വിഷയം? ബ്രദറെ, ഇന്ന വിഷയത്തിന്റെ അകത്ത് ഞാൻ ഭാരപ്പെടുവാണ്, ഇന്ന വിഷയത്തിന്റെ അകത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്യുവാണ്, എനിക്ക് ബ്രദറെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വിടാം. അപ്പോൾ ഞാൻ പറയും, സഹോദരി ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവിക ആലോചന വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിച്ച് കർത്താവ് നിങ്ങളെ സഹായിക്കുക. എന്നിട്ട് ഞാൻ പറയും, ഇന്ന വചനം പറഞ്ഞുകൊണ്ടിരിക്കുക.
ഓക്കെ, നിങ്ങളത് കേട്ട് വിശ്വസിച്ചു. വീടിൻ്റെ അകത്ത് ഒരു സമാധാനം കിട്ടുന്നില്ല. പെട്ടെന്ന് വീണ്ടും സമാധാനം ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? വചനം കുടിക്കണം. എന്തിനാ വചനം കുടിക്കുന്നറിയാവോ? ഈ ദൈവം അത് ചെയ്യും എന്ന് ഉറപ്പെന്റെ മനസ്സിൽ വരാത്തത് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. അപ്പൊ എനിക്ക് എന്ത് വേണം? വചനം എന്ന മായമില്ലാത്ത പാല് ഞാൻ കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ ശരീരവും മനസ്സും ഉറയ്ക്കും. എൻ്റെ മനസ്സും ശരീരവും ഉറയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ബ്രദർ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ടെൻഷൻ വരുന്നതിന്റെ കാരണം എൻ്റെ മനസ്സിൽ അത് ഉറപ്പില്ല. ഇതാണ് രക്ഷയ്ക്കായി വളരുക എന്ന് പറഞ്ഞ ഈ വളർച്ച തന്നെയാണ് അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്, സ്പിരിച്വൽ എഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, അപ്പൊ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തി വളരുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളാണ് നിത്യജീവൻ എന്ന് പറയുമ്പോൾ തന്നെ പേടിയാ. നിത്യജീവൻ, എങ്ങനെയായാലും നിത്യതയെ പോകണം, എങ്ങനെയായാലും നിത്യതയെ പോകാൻ വേണ്ടിയുള്ളവരല്ല നിങ്ങൾ. ജനിച്ചത് നിത്യജീവൻ പ്രാപിക്കാനാ. ജനിച്ചതേ അത് അവകാശമാണ്. നിത്യജീവൻ നിങ്ങളുടെ അവകാശമാണ്. ഞാൻ പറയുന്നതല്ല കേട്ടോ. പത്രോസ് ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത, നോക്കിക്കേ ആ ആദ്യത്തെ വാക്യം ഒന്ന് നോക്കിയേ, ക്ഷയം, മാലിന്യം എന്നിവയില്ലാത്ത അവകാശത്തിനായി, നോക്കിക്കേ, അവകാശത്തിനായി നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ ഇങ്ങനെ ജനിപ്പിച്ചിരിക്കുന്നവരാ നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ഇനി അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പക്ഷെ വളർച്ച ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പത്രോസ് ലീഗയുടെ ലേഖനത്തിൽ ഈ വാക്യം കണ്ടോ, അടുത്ത വാക്യം നോക്കിയാൽ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്കുള്ള നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുക. അപ്പൊ പരീക്ഷകൾ വരുമ്പോൾ മെച്യൂരിറ്റി ഇല്ല എങ്കിൽ അവിടെ എന്തു സംഭവിക്കുന്നറിയാവോ? അവിടെ നിങ്ങൾക്ക് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഒട്ടുമുക്കാലും വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള പല ബ്രദർമാരും പല സ്വഭാവക്കാരാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കരുത് ബ്രദർ എപ്പോഴും മദർ തെരേസയെ പോലെ മറ്റാൾക്കാരെ പോലെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുന്നത്, എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ എപ്പോഴും ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ എല്ലാവരുടെയും സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും. ഇന്നാളെ ഞാൻ പറഞ്ഞല്ലോ, ചിലർ പറയും, ബ്രദർ ഞങ്ങളെ കണ്ട് കൈവൊക്കെ കാണിച്ചില്ല, ചിരിച്ചില്ല, ഉടനെ പിണങ്ങാ നിൽക്കുന്നവരുണ്ട്. മെച്യൂരിറ്റി ഇല്ലാത്തവരവർ. ഉടനെ എന്ത് ചെയ്യും? പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, പിന്നെ വലിയ വൈരാഗ്യമൊക്കെ ആയിട്ട് അങ്ങ് മാറുന്നവരുണ്ട്. ആമേൻ. എപ്പോഴും ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പല സാഹചര്യത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയെന്നിരിക്കും. അവിടെയൊക്കെ നമുക്ക് എന്ത് വേണമെന്നറിയാവോ? ബലം ആവശ്യമാണ്, വളർച്ച ആവശ്യമാണ്, ശക്തി നമുക്ക് ആവശ്യമാണ്. ഇതിനെന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഹല്ലേലൂയ. അപ്പൊ ഒരു വ്യക്തി നമ്മളൊരു വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ ഞാൻ ആ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എൻ്റെ അകത്ത് ഒരു തരത്തിൽ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ വിളിച്ചോ, കുഴപ്പമില്ല. ബ്രദർ എനിക്ക് മനസ്സമാധാനം ഇല്ല, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്വസ്ഥത വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ട്? നമ്മൾ പറയത്തില്ല, കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുന്നുണ്ടെങ്കിൽ അവർക്ക് വിശന്നിട്ടാ. ഒത്തിരി കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വയറ്റിൽ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ആമേൻ. അപ്പം ഇവിടെ രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ നിത്യജീവനെ അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി നിത്യജീവൻ അവകാശമാണ്. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. പല ആൾക്കാരും എന്തെന്നറിയാവോ? നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി പലതും ജയിക്കാൻ നോക്കും. ജയിക്കാൻ നോക്കണ്ട. ജനിച്ചത് എപ്പോഴും പറയണം, ഞാൻ ജനിച്ചതേ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി, അവകാശിയായിട്ടാ. നിത്യജീവൻ എൻ്റെ അവകാശമാണ്, നിത്യജീവൻ എൻ്റെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിത്യജീവൻ നിങ്ങളുടെ അവകാശമാകുമ്പോൾ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ടെൻഷൻ വരത്തില്ല. ഹല്ലേലൂയ. ഇനി വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുമ്പോഴുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാം കേട്ട് നിങ്ങൾ ബലപ്പെട്ട് വചനം ഈ പ്രാർത്ഥന കഴിയുന്ന സമയം മുതൽ നമുക്ക് നാനാ പരീക്ഷകൾ, ആകുല ചിന്തകൾ, ലോക ചിന്തകൾ, ഇങ്ങനെയുള്ള പലതും നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? ഇപ്പൊ ഞാൻ ഉദാഹരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭൗതികവും ആത്മീയവും ഞാൻ മിക്സ് ചെയ്ത് പഠിക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പം നിങ്ങളുടെ മുമ്പിൽ വരുന്ന സകല വിഷയങ്ങളെയും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ അടുത്തുള്ള യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്രേ.
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യമാണ് അത് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ ജയിക്കുവാൻ പഠിക്കണം. അതിന് നമുക്ക് എന്താവശ്യമാണ്? വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഇനി ഞാനിത് നമ്മുടെ നാട്ടിലെ പാലും വചനമെന്ന പാലും നമ്മൾ വ്യത്യാസം പറഞ്ഞു തരാം. നാട്ടിലെ പാല് നിങ്ങൾ എങ്ങനെയാണ് കുടിക്കുന്നത്? മിൽമ പാൽ എങ്ങനെയാണ് കുടിക്കുന്നത്? അല്ലെ പശുവും പാൽ എങ്ങനെയാണ് കുടിക്കുന്നത്? നമ്മള് ഇതാക്കി കുടിക്കും. തിളപ്പിച്ച് ആറ്റി നമ്മൾ തിളപ്പിച്ച് ആറിച്ച് എന്ത് ചെയ്യും? ഒരു ഗ്ലാസിന്റെ അകത്ത് ഒഴിച്ചത് ചായയോ കാപ്പിയോ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പാല് നമ്മൾ കുടിക്കും. ഇങ്ങനെയാണ് നമ്മൾ ലോകത്തിലെ പാല് കുടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വചനം എന്ന മായമില്ലാത്ത പാൽ എങ്ങനെ കുടിക്കുന്നത്? മിൽമ പാൽ കുടിക്കാൻ എളുപ്പം അല്ലേ? നമ്മൾ പൊട്ടിക്കുക, ഒഴിക്കുക, തിളപ്പിക്കുക, കുടിക്കുക. അപ്പൊ വചനം എന്ന പാൽ എങ്ങനെയാ കുടിക്കുന്നത്? ഹൃദയത്തിൽ എപ്പോഴും ഒരു വിശ്വസിക്കും. ഹൃദയത്തിൽ വിശ്വസിക്കും. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് അല്ലെ? നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാല് കുടിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ വചനം എന്ന മായമില്ലാത്ത പാൽ, അതുകൊണ്ടാണ് വചനം എനിക്ക് ചില തിരിച്ചറിവുകളെ തരുന്നു. വചനം എനിക്ക് അറിവുകൾ തരുന്നു. ഇതാണ് ആ പാലെന്ന് പറയാൻ കാരണം. ഇപ്പൊ ഉദാഹരണം പറയാം. നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു ഗ്ലാസിൻ്റെ അകത്ത് വഴിയിലെ ഓടയിലെ വെള്ളവും അപ്പുറത്തെ ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് നല്ല തിളപ്പിച്ചാർച്ച പാലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കത്തില്ല, ആ പാലെടുത്ത് കുടിക്കും, മറ്റേതെടുത്ത് തട്ടിക്കളയും അല്ലേ? ഇതെന്തുവാ, വഴിയെ ഓടയിലെ വെള്ളമാണ് കുടിക്കാൻ തരുന്നത്. അപ്പൊ നമുക്കൊരു തിരിച്ചറിവ് കിട്ടിയില്ലേ? ഇതേ തന്നെയാണ് ദൈവത്തിന്റെ വചനം. എനിക്കൊരു അറിവ് തരികയാണ്. രക്ഷിക്കപ്പെട്ട ഞാൻ ഇങ്ങനെയാണ്, രക്ഷിക്കപ്പെട്ട ആളായ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതുപോലെയാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ ജീവിതത്തിൽ വരേണ്ടത്. ഈ അറിവാണ് വചനം. അപ്പൊ ഇത് ഓരോ ദിവസവും കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവ് നിങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ ബ്രദറെ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നു. ചിലരിങ്ങനെ പറഞ്ഞു, എൻ്റെ ബ്രദറെ എൻ്റെ പിശാച് എൻ്റെ കുടുംബം മൊത്തം കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുക. ഇത് വചനം എന്ന പാല് കുടിക്കാത്ത ആൾക്കാരാ. ഏത് സമയം അവര് ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ റെഡിയാ നിൽക്കുന്നവരാ. അവർ നിത്യതയിൽ പോകുന്ന എനിക്ക് അറിയത്തില്ല. കാര്യം ഭയപ്പെട്ട് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ബൈബിള് തുറക്കണം. രക്ഷിക്കപ്പെട്ട വ്യക്തിയും പിശാചും തമ്മിൽ എന്നാ ബന്ധം? രക്ഷിക്കപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വേണ്ടി പോവാണേ, അതിനാദ്യം ബൈബിൾ തുറക്കണം. രക്ഷിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ പിശാച് എങ്ങനെ പ്രവർത്തിക്കും നോക്കാം നമുക്ക്. ലൂക്കോസ് 10:19 എന്നാ പറയുന്നത്? ഒന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? ലൂക്കോസ് 10:19 എന്നാ പറയുന്നത്? പാമ്പുകളെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം അപ്പൊ ബൈബിൾ പറയുന്നു, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ പറ്റി പറയുന്നു, പിശാച് നിങ്ങളുടെ കാൽ ചുവട്ടിലാണ്. അപ്പൊ ഈ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാന്ന് പറഞ്ഞാൽ ഈ അറിവകത്തോട്ട് കയറണം, ഈ അറിവിലകത്തോട്ട് വരണം. ഈ അറിവാണ് ഈ വചനം എന്ന പാല് കുടിക്കാന്ന് പറഞ്ഞത്. ആരെങ്കിലും വന്നിട്ട് പറയാം, സഹോദരേ പിശാച് നിങ്ങളുടെ കുടുംബത്തെ തലമുറയെ മൊത്തം നശിപ്പിക്കുക, ഉടനെ ആമേൻ സ്വോത്രം പറഞ്ഞ് കൈയൊക്കെ അടിച്ച് ആലുലിയം പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് അവിടെ നിന്ന് ആരാധിക്കരുതേ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ചാൽ ഇല്ല സഹോദരി, പിശാചിന്റെ കാൽ ചുവട്ടില്ല. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെയോ അതൊക്കെ മാറും. ഇതൊക്കെ ദൈവസന്നിധി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ മാറും. ഇതൊക്കെ മാറുമെന്ന് എന്നാ സഹോദരിക്ക് ഇത്ര ഉറപ്പ്? കാര്യം ഇതിന്റെ അത്ഭുതമാണ് എൻ്റെ അവകാശങ്ങൾ. ഞാൻ കണ്ടു ബൈബിളിൽ, സമാധാനം എൻ്റെ അവകാശമാണ്, തലമുറകൾ എൻ്റെ ജീവിതം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ബൈബിൾ പറഞ്ഞിരിക്കുന്നു മക്കൾ യഹോവ തരുന്ന അവകാശമാണ്. ദൈവത്താൽ, അതായത് എന്തൊക്കെയാണോ നിങ്ങളുടെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ആ അറിവിൽ ജീവിക്കണം. ആ അറിവിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? ഇപ്പൊ ഞാൻ പറയാ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു ദിവസം വന്ന് താമസിച്ചു, 25 ദിവസമായിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല, 1 മാസമായിട്ട് ഇറങ്ങിപ്പോകുന്നില്ല, 6 മാസമായിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല, 7-ാം മാസത്തിൽ ഞാൻ പറയുക നിങ്ങൾ ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എന്നാ പറയുമായിരിക്കും? മാന്യമായ രീതി പറയണേ, എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്?
ഇതെന്റെ വീടാ എന്ന് വേറെ നിന്നോളാൻ പറയും. ഇതെന്റെ വീടാ, ഞാൻ ഇറങ്ങേണ്ട കാര്യമില്ല. ബ്രദർ നിന്നോളെന്ന് പറഞ്ഞ ആന്റിയുടെ വീട് നമ്പർ എനിക്ക് തരണം കേട്ടോ, എനിക്ക് എന്തായാലും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പറയും, ഇത് ബ്രദറെ, ഇത് ഞങ്ങൾക്ക് കിടക്കാൻ തന്നെ ഇടയില്ല, ബ്രദറിന് ഞങ്ങൾ 2 ദിവസത്തേക്ക് താമസിക്കാൻ സൗകര്യം തന്നതാണ്, പക്ഷേ ഇത് പറ്റത്തില്ല. അതിന്റെ കാര്യം എന്തുവാ? ഇത് ബ്രദറിന്റെ അല്ല, ഞങ്ങളുടെ അവകാശമാണ്. അപ്പൊ അവകാശം തിരിച്ചറിയുമ്പോൾ അതിൻ്റെ അകത്ത് നിലനിൽക്കുവാൻ ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. ഇതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമുക്ക് ധൈര്യമില്ല. അല്ലേ ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഈ വിഷയമൊക്കെ ഒന്ന് മാറിയാൽ മതി. സഹോദരി, ഇത് നിങ്ങളുടെ അവകാശമാണ്. ഇതിന്റെ അത്ഭുതം. അയ്യോ, ദൈവിക സ്വസ്ഥത എൻ്റെ അവകാശമാണ്, ആരോഗ്യം എൻ്റെ അവകാശമാണ്, സമൃദ്ധി എൻ്റെ അവകാശമാണ്, നിത്യജീവൻ എൻ്റെ അവകാശമാണ്, നിത്യരക്ഷ എൻ്റെ അവകാശമാണ്. ഇതൊക്കെ എൻ്റെ അവകാശമാണെന്ന് അറിയുമ്പോൾ ഇതിൽ നിലനിൽക്കുവാൻ ഒരു ടെൻഡൻസി എനിക്കുണ്ടാവും. ഇത് കിട്ടാക്കനിയാകുമ്പോഴാണ് കുഴപ്പം. ഇത് കിട്ടാക്കനിയാകുമ്പോഴാണ് കുഴപ്പം നമുക്കുണ്ടാകുന്നത്. ഭയം കയറുന്നതും ടെൻഷൻ കയറുന്നതും വിശ്വാസിയുടെ ജീവിതം മൊത്തം താളം തെറ്റുന്നതും മുഴുവൻ അവിടെയാണ്. അവിടെ നമ്മൾ പിശാചുമായിട്ട് ഗുസ്തി പിടിക്കുന്ന ഒരു മല്ലയുദ്ധക്കാരനായിട്ട് നമ്മളെ ചിത്രീകരിക്കും. അല്ല, പിശാച് എൻ്റെ അവകാശങ്ങളെ, എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളെ തെറ്റായ രീതിയിൽ എന്നെ മിസ്യൂസ് ചെയ്യാൻ നോക്കുന്ന ആളാണവൻ. ഇതുകൊണ്ടാണ് വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. പല ആൾക്കാരും പറയത്തില്ലേ, ബ്രദറെ, ഞാൻ ഉദാഹരണം പറയാം. ഒരു പ്രവചന ആലോചന, നമ്മൾ ഇന്നലെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു, എനിക്കൊന്ന് പേര് ഞാൻ മറന്നുപോയി, സഹോദരിയുടെ പേരല്ല, ദൈവാത്മാവ് പറഞ്ഞു, ഫിലിപ്പ് എന്തോ ഒരു പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവാത്മാവ് അങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാക്ഷ്യം, നേരത്തെ ഒരു പ്രവചനം ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു. അപ്പം ഞാൻ ആ സഹോദരി അത് ഏറ്റെടുത്തു. ഇന്നലെ നമ്മളൊരു സാക്ഷ്യം കേട്ട്, ഇടിയും മഴയൊക്കെ പെയ്ത സമയത്ത് വീടിൻ്റെ അകത്തുനിന്ന് വലിയ മരം മറിഞ്ഞു വീണു. പക്ഷേ അവരുടെ വീടിൻ്റെ അകത്ത് 1-2 ഓടോ പൊട്ടിയുള്ളൂ. 2 ദിവസം കറണ്ട് ഇല്ലാതിരിക്കേണ്ടി വന്നു. വലിയൊരു അപകടം മാറി. ഇപ്പം എത്ര പേര് ഇന്നലെ ആ സാക്ഷ്യം, നിങ്ങൾ നേരത്തെ ചാടിപ്പോർ കേൾക്കാൻ പറ്റി കാണത്തില്ല, എത്ര പേര് ആ സാക്ഷി ഇന്നലെ കേട്ടായിരുന്നു? കേട്ടായിരുന്നു. ആമേൻ. അപ്പൊ അത് ആ സഹോദരി പറഞ്ഞു നോക്കി, ആ വിഷയം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രവചനത്താൽ ആ വ്യക്തിയുടെ പേരും കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഓരോ കാര്യങ്ങളും വെളിപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കുമ്പോൾ മരണവീടാകേണ്ട സ്ഥാനത്ത് ഇന്നൊരു സാക്ഷ്യമുള്ള വീടായി തീർന്നു. 2-3 ഓട് പൊട്ടിയതല്ലാതെ ആളപായം ഒന്നും അവിടെ സംഭവിച്ചില്ല. അപ്പൊ ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അത് ഏറ്റെടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ആലോചന വന്നു, ചിലപ്പോൾ അത് നാളെ നടന്നില്ലെന്ന് വരും. ഞാൻ പലപ്പോഴും പറയാറില്ലേ, പല പ്രവചനങ്ങളും നാളെ നടക്കുന്ന പ്രവചനമുണ്ട്, ഇന്ന് കേൾക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നതുണ്ട്, ചിലത് ദൈവം മാറ്റി വെക്കുന്നതുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രദർ അങ്ങനെയൊക്കെ ആലോചന പറഞ്ഞായിരുന്നു, പക്ഷേ ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും കാണാനും കേൾക്കാനും പറ്റുന്നില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ പലപ്പോഴും പറയാറില്ലേ, എന്നെ വ്യക്തിപരമായി, ഈ നമ്മൾ മീറ്റിംഗ് നടത്തിയപ്പോൾ കണ്ടായിരുന്നു, എന്നെ വ്യക്തിപരമായിട്ട് അറിയാൻ എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാനുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, എന്നെ നേരി കണ്ടതല്ല, നമ്മൾ തമ്മിൽ പേഴ്സണൽ കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ പറ്റുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഭർത്താവിന്റെ പേര്, മക്കളുടെ പേര്, കുടുംബ വിഷയം, വീടിന്റെ അകത്തിരിക്കുന്ന വസ്തുക്കള്, ഓരോ അടയാളങ്ങള്, പേപ്പറുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വല്ല സാധ്യതയുണ്ടോ? ഒന്നും അറിയാൻ സാധ്യതയില്ല. ഞാനിത് എടുത്തു ചോദിക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ തമ്മിൽ ഒരു മുൻപരിചയം ഇല്ലാതിരിക്കെ ഞാനും തമ്മിൽ 1-2 പേര് മാത്രമേ വീഡിയോ ഓണാക്കിയിരിക്കുന്നുള്ളൂ, സന്തോഷം. ബാക്കി ആളുകൾ വീഡിയോ പോലും ഓണാക്കാറ്, നിങ്ങൾ ഇട്ടേക്കുന്ന പേര് പോലും പലപ്പോഴും പലരും ബ്രദർ എന്റെ പേരാന്ന് പറയുമ്പോഴേക്കും ഞാൻ സ്ക്രീനെ നോക്കുമ്പോഴേക്കും 120 150 പേരുകളാണ് കാണുന്നത്. അപ്പൊ പേരുകൾ പോലും നമ്മൾ കറക്റ്റായിട്ട് ഇടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ വ്യക്തിപരമായി നിങ്ങളുടെ കാര്യങ്ങളെ കർത്താവ് ഒരു അടയാളം പോലെ വെളിപ്പെടുത്തി, പലതും വെളിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ബ്രദർ അങ്ങനെ പറഞ്ഞാൽ അതിൽ നിസ്സാരമായിട്ട് കളയരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. ഒരാലോചന കേട്ട് കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എഴുതി വെച്ചത് ഓർക്കണം. എങ്ങനെ അതിനോട് പെരുമാറുന്നു, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കും. അത് കേട്ട ഉടനെ ഞാൻ കേട്ടായിരുന്നു എന്നുള്ളതല്ല, ഞാനതിൻ്റെ നിവർത്തി കാണും.
ഞാനതിൻ്റെ നിവർത്തി തലത്തിലേക്ക് കാണും. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടാൽ, ഒത്തിരി ദൈവിക ആലോചനകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നിവർത്തികൾ. അപ്പൊ നമുക്ക് ഈ ഭാരം വരാനുള്ള കാരണം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പലപ്പോഴും വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നു. അപ്പൊ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കണം, ഈ അറിവിൽ ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ പ്രസംഗങ്ങളും കേൾക്കുമ്പോഴും നല്ലതാണ്, പക്ഷെ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. നിങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ അകത്തുനിന്നും ബ്രദർ എൻ്റെ വീടിൻ്റെ അകത്ത് അല്ല എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെ കുറേ വാക്യങ്ങൾ ബ്രദർ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം. രക്ഷിക്കപ്പെട്ട വ്യക്തി ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ അവകാശത്തിനായി ജനിപ്പിച്ചിരിക്കുന്നവരാ. ഇത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരല്ല, ഇതിനായിട്ട് ജനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്നലെ 2 ഉദാഹരണം പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ വീട്ടിൽ ജനിച്ച വ്യക്തി ഒരിക്കലും വഴി നിന്നുകൊണ്ട് ഭിക്ഷ യാചിക്കത്തില്ല, ബാങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ നടക്കത്തില്ല, ചിട്ടി പിടിക്കാൻ നടക്കത്തില്ല, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകൻ എന്ത് ചെയ്യത്തില്ല, നമ്മൾ കൂടുന്ന ചിട്ടി വന്ന് പങ്കുചേരുവോ? ഇല്ല. ഏതെങ്കിലും എന്താ പറയുന്നത്, ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഏതെങ്കിലും പണിക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. കാര്യം അവൻ അവകാശിയാണ്, അവൻ ജനിച്ചത് അതിന് വേണ്ടിയാണ്. അപ്പം ജനനം കൊണ്ട് നിങ്ങൾ അവകാശികളായി മാറിയിരിക്കും. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രശ്നത്തൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ ആ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചിട്ട് വേണം, അയ്യോ ഇതല്ലല്ലോ ഞാൻ അനുഭവിക്കേണ്ടത്. എപ്പോഴും പറഞ്ഞു, ഞാൻ എന്തിനാ ഈ കരഞ്ഞുപോയി നടക്കുന്നത്, ഞാൻ എന്തിനാ ഇല്ലായ്മേനെ ജീവിക്കേണ്ടത്, ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ വായ്പ മേടിച്ച് നടക്കേണ്ടത്, ഞാൻ എന്തിനാണ് സമാധാനമില്ലാതെ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കേണ്ടത്? ഇതൊന്നും എൻ്റെ അവകാശമൊന്നുമല്ല. ഞാൻ എവിടെ ജനിച്ചവനാ? ഈ അറിവ് എനിക്ക് തരുന്നതാണ് വചനമില്ലാത്ത മായമില്ലാത്ത പാല്. ഇത് കുടിക്കാതെ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിന് പാല് കൊടുത്തില്ലെങ്കിൽ കുറെ കരയും, കുറെ കഴിയുമ്പോഴേ കൊച്ചു നഷ്ടപ്പെട്ടു പോകും. ഇത് തന്നെയാണ് പല വിശ്വാസിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ എന്താ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോവുകയും നിത്യജീവനിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയാതെ സ്റ്റക്കായി പോകും. എന്നാൽ ഈ അറിവിൽ ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നിത്യജീവനും നിത്യതയും നഷ്ടപ്പെട്ടും പോകത്തില്ല, രക്ഷയും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഈ അറിവില്ലാത്തവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആമേൻ. അപ്പം വചനം എന്ന പാല് കുടിച്ച് വളരണം. വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലകളിൽ നിങ്ങൾ എവിടെയൊക്കെയോ വചനം കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചവരാണ്. ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടായോ, വളർച്ച ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം. എപ്പോഴും ഞാൻ പറയും, കർത്താവ് ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ബൈബിള് വായിക്കണം. ബൈബിള് വായിച്ചിട്ട് ബൈബിളിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടില്ലേ ബ്രദർ എന്ന് പറയാനല്ല, ഇതിന് വേണ്ടി, ഇത് അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എൻ്റെ കൂടെ പറഞ്ഞ്, ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് ജനിച്ചതെന്ന് പറ. ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനിച്ചിരിക്കുന്നു, അവകാശിയായി ജനിച്ചിരിക്കുന്നു. നിത്യജീവൻ, നിത്യരക്ഷ, സമാധാനം, സന്തോഷം, സൗഖ്യം, ഉയർച്ച, നന്മ, ഇതിനെല്ലാത്തെയും അനുഭവിക്കുന്ന കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു. വചനത്താൽ ജനിച്ചിരിക്കുന്നു. ഇങ്ങനെ ജനിച്ച ആളുകള് പ്രാർത്ഥിക്കുമ്പോൾ ഈ അറിവിൽ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നിങ്ങളുടെ നന്മകളെല്ലാം തടയപ്പെട്ടു പോകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകൻ ബോംബെ തെരുവിലോ ഡൽഹി തെരുവിലോ കേരളത്തിലെ കൊച്ചിയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ ഒരു ജില്ലയിൽ, നമ്മൾ ഇന്നാളെ ഒരു വാർത്ത കണ്ടായിരുന്നു അല്ലേ, എറണാകുളത്ത് എവിടെയോ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ജോലി ചെയ്തു, അറിഞ്ഞില്ല. പിന്നീടാണ് മനസ്സിലായത് നോർത്ത് ഇന്ത്യയിലെ ഏതോ വലിയ കോടീശ്വരന്റെ മോനാന്ന്. അത് വാർത്ത വന്നപ്പോഴാണ് അറിഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ ചായക്കടയിൽ കയറി ഒരു ചായ താന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ കൊണ്ടുവന്ന ചായക്കകത്ത് നിങ്ങളും കുറ്റം പറഞ്ഞു കാണില്ല, എന്നാ ചായയാ ഇത്, മധുരവും ഇല്ല, ഒന്നുമില്ല എന്നും പറഞ്ഞ് ഈ വ്യക്തിയെ നോക്കി നിങ്ങൾ ചിലപ്പോൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൺമുമ്പിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, മേശ തുടയ്ക്കാൻ കണ്ടു കാണും നിങ്ങൾ. അയ്യോ പാവം ചെറുക്കൻ, കാശില്ലാഞ്ഞിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. നിങ്ങൾ സഹതാപത്തോടെ അവനെ നോക്കി കാണുമായിരിക്കാം. പക്ഷെ വാർത്ത വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇവൻ കോടീശ്വരന്റെ മകനായിരുന്നോ. വലിയ വാർത്തയായിരുന്നല്ലേ. ആ വാർത്ത വന്നില്ലായിരുന്നെങ്കിലോ? ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ അറിവിൽ പ്രാർത്ഥിക്കാത്തവർക്ക് ഇതൊന്നും തുറക്കത്തില്ല.
അവൻ ജീവിതത്തിൽ മുഴുവൻ യാചകനായിരിക്കും. എന്റെ കർത്താവേ, ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു പറഞ്ഞേ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പലപ്പോഴും പിശാചിന് തടയുവാൻ കഴിയും. കാര്യം അവൻ അറിവിൽ പ്രാർത്ഥിക്കുന്നവനല്ല, അവൻ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിച്ചിട്ട് നിന്റെ വിളിയാലുള്ള ആശ ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ട് വേണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയേണ്ടത്, പല ജീവിത പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് ഞാൻ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ചിന്തിച്ച്, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളാണോ? രക്ഷിക്കപ്പെട്ടിട്ടും ഞാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിക്കേണ്ടവനാണോ? രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഒരു ചെണ്ടയായിട്ട് ജീവിക്കേണ്ട ആളാണോ? രക്ഷിക്കപ്പെട്ടിട്ടും എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറകൾ ഇങ്ങനെ ജീവിക്കേണ്ടതാണോ? പരിശോധിക്ക്. രക്ഷിക്കപ്പെട്ടവരോടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിലെ വെറുതെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെയല്ല, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവര്. ഇവര് സ്വന്തമായി പരിശോധിക്കുക, സ്വയം പറയണം. ഞാൻ എപ്പോഴും പറയും, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പറയണം, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ പോകേണ്ടവനല്ല, പിന്നെ എങ്ങനെ പോകേണ്ടത്, അതിലേക്ക് തപ്പണം. എന്നിട്ട് വിളിച്ചു പറയണം, ഇതാണ് എൻ്റെ അവകാശം, ഇതെന്റെ ജീവൻ നടക്കത്തുള്ളൂ, ബാക്കിയെല്ലാം മാറിപ്പോട്ടെ എന്ന് കൽപ്പിക്കണം. അത് മാറിപ്പോയിരിക്കും. നന്ദി കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ നന്ദി കർത്താവെ, പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, വലിയ നന്മകൾക്കായി സ്തുതിക്കുന്നപ്പ. നന്ദി പിതാവേ, നന്ദി കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ സകലതും വെളിപ്പെടുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവെ. എൻ്റെ ഉള്ളത്തിലൊരു സുചിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ സുചിത്ര എന്ന് പറയുന്ന വ്യക്തിയുടെ കരത്തിൽ ഒരു ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് പോലത്തെ എന്തോ സംഭവമാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കൈമാറ്റം, ഒരു അനുഗ്രഹപ്പെട്ട കൈമാറ്റം നടക്കുന്നതായിട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സുചിത്രയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, പ്രത്യേകിച്ച് ഈ ഒരു പേപ്പറുകളുമായി ഒരു നന്മയുടെ വാതിലാണത്, അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് ഏറ്റെടുത്തോണം. ദൈവം ഇന്ന് ആ വ്യക്തിയെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ദൈവം ഇന്ന് ആ വ്യക്തിയെ ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് യൂട്യൂബിൽ നമ്മുടെ പ്രെയർ ഒന്ന് കട്ടായി പോയായിരുന്നു, ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ഫേസ്ബുക്കിലോ സൂമിലോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ കർത്താവ് ഇപ്പോൾ തന്നെ അത് ഏറ്റെടുത്തോണം. ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാണ്. ദൈവം ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് തുറന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആലോചന ഇടപെടുന്നവർ പറഞ്ഞാൽ മതി. പറഞ്ഞു. കേൾക്കുന്നില്ല സിസ്റ്റർ, പറഞ്ഞു. ആ സിസ്റ്റർ ക്ലിയർ ആകുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ? സിസ്റ്റർ ക്ലിയർ അല്ല പറയുന്നത്. നന്ദി കർത്താവേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ, സിസ്റ്റർ പറയുന്നത് ക്ലിയർ അല്ല, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ മഹത്വത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവിക മഹത്വം എന്ന് വെളിപ്പെടട്ടെ. അപ്പ കർത്താവ് ഇന്ന് ഓരോ ഭവനത്തെ അങ്ങ് തൊടുന്നല്ലോ. അവരുടെ ജീവിതത്തിൽ എവിടെയാണോ അവർ ബ്ലോക്കായി കിടക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുകയാണ്, ഒരു നാരായണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ
കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ കുടുംബത്തെപ്പറ്റി കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്, ഇതൊരു ശാപം പിടിച്ച കുടുംബമെന്ന് പലരും വിധി പറഞ്ഞതാണ്. എന്നാൽ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ ഒന്ന് തൊടാൻ വേണ്ടി പോവാണ്. അത് പലരും പറഞ്ഞതാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഞാൻ കംപ്ലീറ്റ് മൈക്കും എല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരും ഇപ്പോൾ ഈ സമയത്ത് പ്രതികരിക്കേണ്ട, അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഇതിൻ്റെ ഒടുവിൽ സൂമിലോ ലൈവിലോ ഒക്കെ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവികമായ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ശപിക്കപ്പെട്ട കുടുംബമെന്ന് പലരും പറഞ്ഞതാണ്, പക്ഷെ ദൈവത്തിൻ്റെ സമാധാനമുള്ള കുടുംബമായിട്ട് അത് മാറാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അന്ന് ഒരു കുടുംബത്തിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ആ സമയത്ത്, ആ ഒരു ടൈമിൽ ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു ബൈക്സിൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി കാലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കുടുംബത്തിൽ കാണിക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അനർത്ഥം വീണ്ടും പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നതായിട്ടൊരു കാഴ്ച കാണിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നവ ആ കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അനർത്ഥം മാറട്ടെ. ആ വ്യക്തി മാത്രമല്ല, ആ കുടുംബത്തിൽ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സ്റ്റെഫി എന്ന് പറയുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സ്റ്റെഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സ്റ്റെഫിയുടെ ഭവനത്തെ ദൈവം തൊടുന്നായിട്ട് പറയുന്നു. വലിയ നന്മകളാൽ കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ. അനുഗ്രഹിച്ച് ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നപ്പ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്ന വീടിൻ്റെ വലതുവശത്തായിട്ട് പുറകെന്ന് പറയാൻ പറ്റത്തില്ല, വലതുവശത്തോട്ട് വീടിൻ്റെ തിരിയുമ്പോൾ തന്നെ ഈ പെയിൻറ് പാട്ടകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിക്കുന്നു. ഏഷ്യൻ പെയിന്റിന്റെ ഒരു പാട്ട, അത് ഞാൻ കാണുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ആ വ്യക്തിയെ, കുടുംബത്തെ കർത്താവ് കാണിക്കുകയാണ്. ഏഷ്യൻ പെയിന്റ് എന്ന് എഴുതിയിരിക്കുന്ന കുറെ പാട്ടകൾ വീടിന്റെ വലതുവശത്ത് ആ സൈഡിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കാണുന്ന സമയത്ത് തന്നെ ആ വഴിയിൽ ഒരു വ്യക്തി ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നതായിട്ട് കാണിക്കുന്ന ഒരു സഹോദരീനെ, ആ സഹോദരിക്ക് വേണ്ടി കാണുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഒരു പാമ്പിനെ കണ്ട് ഭയപ്പെട്ട ഒരു വ്യക്തിയാണ് അത്. ആ കുടുംബത്തിലെ ആ വ്യക്തിയെ കർത്താവ് എന്നെ ഉള്ളത്തിൽ കാണിക്കുന്നു. ഈ ഒരു അടയാളം ഭവനത്തെ, ആ വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പെയിന്റ് പാട്ടയോ പാമ്പോ അല്ല അവിടെ വിഷയം. ഈ വ്യക്തി ഭയപ്പെട്ടൊരു വ്യക്തിയാണ് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ കർത്താവ് ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നു, നിങ്ങളുടെ കണ്ണുനീര് വീണ ഭവനമാണത്. എന്നാൽ ആ ഭവനത്തിൽ തന്നെ ദൈവം നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പിന്നെയും പറയുന്നു, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഒരു ചേച്ചിയാണ് ജെസ്സി എന്ന് പറയുന്നത്. അതായത് ഇന്നത് കേൾക്കുന്നയാളല്ല, കേട്ടുകൊണ്ടിരിക്കുന്നയാളുടെ മൂത്ത ചേച്ചിയാണ് ജെസ്സി എന്ന് പറയുന്നത്. ആ ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണട വെച്ച ഒരു തലമുറയെ കർത്താവ് എന്നെ കുടുംബത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. നിങ്ങൾ രണ്ടുപേരെയും ബന്ധപ്പെടുത്തി ദൈവം ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുകയാണ്. ആ ഭവനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇറക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അതായത് വഴി സൈഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇടതുവശത്തിരിക്കുന്ന വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. മുകളിൽ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ആ ഇറക്കം, ചെറിയൊരു ഇറക്കമാണ്, ഇറക്കത്തിന് ഇറങ്ങി വന്നിട്ട് ഇടത്തോട്ട് കയറുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കാണിക്കുമ്പോൾ വലത് കയ്യിൽ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലത് കൈയുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ആ കൈ പല തവണ ഒരു അപകടം സംഭവിക്കുകയാണ്. ആ കൈ തന്നെ വലത് കൈ അല്ല, ഇടത് കൈ. ആ ഇടത് കൈ പലപ്പോഴും ഇങ്ങനെ അപകടം സംഭവിക്കേണ്ട ഒരു വ്യക്തിയാണ്. പലതവണ ആ കൈ എന്ത് ചെയ്തു,
തട്ടുക മാത്രമല്ല, ഒരു അപകടം സംഭവിക്കേണ്ടതാണ്, വീഴേണ്ടതായിരുന്നു ആ വ്യക്തി. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവം സൂക്ഷിച്ചതാണ്. അനർത്ഥം വിട്ടൊഴിയുന്നു. ദൈവിക സമാധാനം കുടുംബത്തിൽ ഇന്നുണ്ടായി വരുന്നു. ഞങ്ങളിപ്പോൾ ആ കുടുംബത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നപ്പ, നന്മയായി കർത്താവ് ആ കുടുംബത്തെ മാറ്റുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു പേര്, മകൻ്റെ പേര് കർത്താവ് എന്നെ കാണിക്കുകയാണ്. അജിത് CV എന്ന് പറയുന്ന ഒരു പേര് എന്നെ കാണിക്കുക. എൻ്റെ ആ പേരെടുത്ത് കാണിക്കാൻ കാരണം ഒരു സർട്ടിഫിക്കറ്റിൽ ആ പേര് എഴുതിയിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അജിത് CV എന്നൊരു പേര് ഒരു സർട്ടിഫിക്കറ്റ് എഴുതിയേക്കുന്ന കാണിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചോണം. ഒരു ജോലിയെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവം തുറക്കുന്ന ഒരു ജോലിയെ കർത്താവ് തരാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ, നന്മയായി തീരട്ടെ. കർത്താവെ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ, ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ 3 മുയലുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതിൽ 3 അല്ല ഇപ്പം ഞാൻ കാണുന്നത്, അതിൽ 2 ഞാനിപ്പോൾ കാണുന്നുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കുടുംബത്തെ കർത്താവെന്ന് പറയുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് ചില സമയങ്ങളിൽ അനാവശ്യമായ ചില ശബ്ദങ്ങൾ കേട്ട്, അങ്ങനത്തെ ചില ശബ്ദങ്ങൾ കേട്ടിട്ട് ഭയപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായൊരു ഭവനമാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. അവൻ പല്ല് കടിച്ചുരുകിപ്പോകും. പിശാചിൻ്റെ ഒരു പ്രവൃത്തി നടക്കത്തില്ല. കർത്താവ് ക്രൂശിൽ വില കൊടുത്തതാണപ്പാ. ഞാൻ ഓരോ ഭവനത്തെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കണം. ആ വ്യക്തിയോട് ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിൻ്റെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കൃപ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ അതിന് കർത്താവ് ഒരു അടയാളം കാണിക്കുന്നു. ഈ ആധാർ കാർഡ് കുറേ ഈ പേപ്പറുകളുടെ നമ്മളിങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് നടുവേ അത് ഫോൾഡ് ചെയ്യത്തില്ല, മടക്കത്തില്ലേ, ആ മടക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ ആധാർ കാർഡ് വെച്ചിരിക്കുന്നതാണ് ഈ വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന തന്നെ ഈ വ്യക്തിയുടെ ആധാർ കാർഡ് തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ നന്മകളാൽ കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ. വലിയ കൃപകളാൽ യേശുവിൻ്റെ നാമത്തിൽ നിറയ്ക്കുന്നല്ലോ. ബ്ലസ് ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ബാഗിൻ്റെ അകത്ത് ഒരു വാച്ച് ഇട്ടിട്ടുണ്ട്. ആ വാച്ചിൻ്റെ അകത്ത് തന്നെ നമ്മളിങ്ങനെ ഒരു കാർഡിൽ നമ്മളിങ്ങനെ ടിക്ക് ഇടുമല്ലോ, അങ്ങനെ ടിക്ക് ഇടുന്ന ടൈപ്പ് ഒരു കാർഡ് ആ ബാഗിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്ന. വാച്ചും കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഈ ടിക്കിട്ട് വെക്കാവുന്ന കോളമുള്ള ഒരു കാർഡ് പോലത്തെ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. ഞാൻ ആ വ്യക്തിയെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്മ കയ്യിലോട്ട് വരും. പ്രത്യേകിച്ച് ഞാൻ ഈ എൻവലപ്പ് പോലത്തെ അതിൻ്റെ അകത്ത് ഈ പൈസ വെച്ചിട്ടുള്ളൊരു ബാഗാണത്. എന്നാൽ അതിനകത്ത് നന്മ വരും, പക്ഷെ അതിൻ്റെ അകത്ത് നിലനിൽക്കത്തില്ല. ശൂന്യമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഇന്ന് ആ ഞെരുക്കത്തിൻ്റെ മേൽ നിലയ്ക്കാത്തൊരു ഉറവ തുറക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന വ്യക്തികളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് സോജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്പർശിക്കുന്നു. സോജി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുന്നു. ഞാൻ ആ കുടുംബത്തെ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ വേദനകളെയും ക്രൂശിൽ യേശു വഹിച്ചതുകൊണ്ട് കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം ആ രോഗബന്ധനങ്ങൾ മാറുക, ബ്ലഡിലെ കൗണ്ടുകൾ നോർമൽ ആകുക. ആ ഷുഗറും പ്രഷറും ഏത് രോഗവും ആയിക്കോട്ടെ, വലിയ ക്യാൻസർ ആയിക്കോട്ടെ, ഏത് മാരക രോഗമായിക്കോട്ടെ, കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കോട്ടെ, കാലുകളുടെ മേൽ കൈവച്ചിട്ട് പറ, ചലിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പറ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ നടക്കും. ഇപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ആ സൗഖ്യത്തെ അനുഭവിക്കുന്നു. ഇപ്പോൾ മുതൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സൗഖ്യം എൻ്റെ അവകാശമാണ്, ആവശ്യമല്ല. ഞാൻ ജനിച്ചതേ സൗഖ്യം അനുഭവിക്കാൻ, ആരോഗ്യം അനുഭവിക്കാനാണ് ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഈ നിമിഷം തന്നെ കർത്താവെ, രോഗശക്തികൾ, രോഗത്തിൻ്റെ ദുരാത്മശക്തികൾ, എല്ലാവിധമാകുന്ന പ്രവൃത്തികൾ ആ ശരീരം വിട്ട് അഴിഞ്ഞു മാറട്ടെ. അത്ഭുത സൗഖ്യം ആ ശരീരത്തിൻ്റെ മേൽ നിറയട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കണ്ണുകളുടെ കാഴ്ച വർദ്ധിക്കട്ടെ, കണ്ണുകൾ തുറന്നു വരട്ടെ, ആ ചെകിടുകൾ കേൾക്കട്ടെ, നടക്കാൻ കഴിയാത്ത അവസ്ഥകളുടെ മേൽ കാലുകളുടെ മേൽ ബലം വ്യാപരിക്കട്ടെ, കൈകൾ ചലിക്കട്ടെ, നാവുകൾ ചലിക്കട്ടെ, ബെഡിൽ നിന്ന് ചാടി എണീക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഞെരുക്കങ്ങളെ പുറത്താക്കുന്നു. സാമ്പത്തിക തകർച്ചകളെ ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു. ഞെരുക്കങ്ങളെ വർദ്ധിക്കട്ടെ. ആ സാമ്പത്തിക മേഖലകൾ വർദ്ധിക്കട്ടെ, ആരോഗ്യം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ ഭാവിയെ അടയ്ക്കാൻ നോക്കുന്ന സകല വിശ്വാസികളെയും ആത്മാവിൽ വെട്ടിവിടുന്ന കർത്താവ് ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ ജോലിയിൽ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ. എല്ലാ തകർച്ചകളും മാറട്ടെ, എല്ലാ ശൂന്യതകളും മാറട്ടെ, നന്മയായി തീരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൂട്ടസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടായി വരട്ടെ. പുതിയ അവയവങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ വിതച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലതും വിശാലവുമായ നന്മകൾ തുറന്നു വരട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. എല്ലാ മേഖലകളും തുറന്നു വരട്ടെ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും അവർ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ദൈവിക ആലോചന ഇന്ന് സൂമിലാണ് ഇടപെട്ടതെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. പ്രാർത്ഥനാ വിഷയമല്ല. ആലോചന ഇടപെട്ടവരോ അതുമായിട്ട് ബന്ധപ്പെട്ടവരോ സൗഖ്യം ലഭിച്ചവരോ ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ട്. മ്യൂട്ട് മാറ്റി പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഇല്ലാത്ത പക്ഷം നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി പോകണം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു പ്രൈസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ മെയ് 31 ഞാനൊരു ആലോചന യൂട്യൂബിലാണ് ഞാൻ കേട്ടത്. അത് 2-3 ദിവസം കഴിഞ്ഞാണ് ഞാൻ കേട്ടത്. ബ്രദർ പറഞ്ഞായിരുന്നു ജോയി പറഞ്ഞ പേരുള്ള ഒരാളെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടത്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജോയി എന്നാണ്. ഞാനത് അന്നേരം തന്നെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പുള്ളി ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ ഞാൻ കാണുന്നതായിട്ട് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഒരു നല്ല സന്തോഷമുള്ള ഒരാളായിട്ട് പുള്ളി മാറിയതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഓൾസോ പുള്ളി ഡയബറ്റിക്സ് മൂലം ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്. പുള്ളിയുടെ ഡയബറ്റിക്സ് ഒട്ടും കൺട്രോൾ അല്ലായിരുന്നു. അത് ഞാൻ പിന്നെ ക്ലെയിം ചെയ്ത് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ ഹസ്ബൻഡിനെ തൊടുമെന്ന്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ആലോചന ഏറ്റെടുക്കുക. കർത്താവ് വലിയ വിടുതലായി നിറയ്ക്കുവാൻ കർത്താവ് സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്ക് പറയാണ്ട് ബ്രദറെ. നേരത്തെ പറഞ്ഞില്ലേ, എന്താ പറയാ, പേടിച്ച് കരഞ്ഞു ഓടി നടക്കുന്ന ഒരു ഭവനത്തിലെ ഒരു വ്യക്തിനെ കാണുന്നു. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ. അതിപ്പോ എന്റെ മോനായിരുന്നു. ഇന്നലെ പുലർച്ചെ 2 മണി തൊട്ട് 5 മണി വരെ ഇതേപോലെ പേടിച്ച് കരഞ്ഞൂടി നടക്കായിരുന്നു. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു, കള്ളം വരുന്നു, അവന് ഉപദ്രവിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ മുതിർന്ന ചക്കന ജോലിക്ക് പോണതാ. ഇന്ന് നേരം വെളുത്തിട്ടാണ് ജോലിക്ക് പറ്റിയിട്ടില്ല. ഇതിപ്പോ 3-ാമത്തെ പ്രാവശ്യം ഇങ്ങനെ അച്ചിമ്പകൾ ഉണ്ടാക്കിയിട്ട് ഓടണത്. അവൻ പുലർച്ചയായി അവൻ തൊടുക്കും, മകളാണ്, ഞാൻ ആരും ഉപദ്രവിക്കാൻ പറ്റുന്നു എന്നൊക്കെ പെറുക്കുന്ന ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ ഞാൻ നന്നായി പ്രാർത്ഥിക്കണം. അതിനെ പ്രാർത്ഥിച്ചാണ് ഇന്നലെ ഒന്ന് ഉറങ്ങിയത്. പുലർച്ചെ 5 മണിക്ക് തന്നെയായിരുന്നു അംഗം. ഞാൻ ഏറ്റെടുക്കണം. എന്റെ മോനെ വേണ്ടിയിട്ട് ഞാൻ ഇത് ഏറ്റെടുക്കണം ബ്രദറെ. ആമേൻ. ഇനി അങ്ങനെ വരത്തില്ല സിസ്റ്റർ. ഇന്ന് മുതൽ ആ മകന്റെ മേൽ വിടുതല കേട്ടോ. ശരി ബ്രദർ, താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. സംശയം ചോദിച്ചിട്ട് അത് പറയാൻ പറ്റിയില്ല. സംശയം ചോദിച്ചില്ല. കേക്കണുണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. കേക്കുന്നുണ്ടോ ബ്രദറെ? പറഞ്ഞു. അതെ, ഈ അന്യഭാഷയില് വചനം പറഞ്ഞിങ്ങനെ ആരാധിക്കുന്നുണ്ട് ഞാൻ. അപ്പോ അതിന്റെ ഗുണവും വിടുതലും എന്താന്ന് ചെറുതായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ സിസ്റ്റർ? അന്യഭാഷയെ പറ്റിയുള്ള വലിയൊരു വചന പഠനം നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ മതി. എനിക്ക് വന്ന 5-6 ക്ലാസ് അന്യഭാഷയുടെ ഗുണങ്ങൾ, അന്യഭാഷ വരം, കൃപാവരം, അങ്ങനെ ഓരോന്നിനെയും ബന്ധപ്പെടുത്തി പഠനങ്ങൾ, ധ്യാനങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതെനിക്ക് വന്ന് ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നതല്ല. അതിൻ്റെ അകത്ത് എല്ലാ ക്ലാസ്സും കിടപ്പുണ്ട്. അത് മൊത്തം കേട്ട് കഴിയുമ്പോൾ സിസ്റ്റർക്ക് മൊത്തം ക്ലിയർ ആകും കേട്ടോ. യൂട്യൂബിലുണ്ട്.
ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള യൂട്യൂബിലെ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, അതിനകത്ത് കിടപ്പുണ്ട്. അന്യഭാഷ നോക്കിയാൽ മതി, ഏറ്റവും താഴെ കിടപ്പുണ്ട് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ, ഉറക്കെ പറയൂ സിസ്റ്റർ, കേൾക്കത്തില്ല. നാരായണി, ഹലോ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹലോ, കേൾക്കുന്നുണ്ട്? പറഞ്ഞു. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാരായണി പറഞ്ഞ എന്റെ അമ്മയാണ് നാരായണി. നാരായണി എന്ന് പറഞ്ഞ ഇത് ആലോചന ഇടപെട്ടത് സിസ്റ്ററുടെ കുടുംബമാണോ? എന്റെ അമ്മ മരിച്ചു. അമ്മയുടെ അപ്പൊ കുടുംബം. ഞാൻ എന്റെ സൗകര്യം മാത്രമേ ജീവിച്ചു. അതെ അതെ. ഇന്ന് ഏറ്റെടുത്തുകൂടെ നാരായണന്റെ ഭവനം ശപിക്കപ്പെട്ട ഭവനമെന്ന് വിധി പറഞ്ഞ ഭവനമാണ്. പക്ഷെ കർത്താവ്, ലോകം പറഞ്ഞാണ്, ദൈവം പറയുന്നതല്ല, ദൈവം അനേകർക്ക് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത് നാരായണന്റെ കുടുംബത്തെ, കേട്ടോ. അങ്ങനെ പുറത്ത് പലരും നിങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, പക്ഷെ അവരുടെയൊക്കെ നടുവിൽ ദൈവം മാനിക്കാൻ വേണ്ടി പോവാണ്. ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. ഈ സിസ്റ്റർക്ക് വേണ്ടിയാണ് ആ വചനം. സിസ്റ്റർ, ഈ കാര്യം വല്ല അമ്മയുടെ പേര് വല്ല അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഏറ്റെടുത്തു, വലിയ പ്രവൃത്തി കാണാൻ വേണ്ടി പോവാ കേട്ടോ. യേശുവിന്റെ ഈ സഹോദരിക്ക് വേണ്ടിയുള്ള ആലോചനയാണ് അത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഇന്നലെ പറഞ്ഞോട്ടെ, ഞാൻ കേൾക്കാമോ? പറഞ്ഞു കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടിയപ്പോ ഞാനൊന്ന് തിരിഞ്ഞതാണ്. പക്ഷെ എന്റെ ഇടത് കൈ ഡോറിന്റെ ഉള്ളിലായിപ്പോയി. ഡോറ് വന്ന് അടഞ്ഞിട്ട് ജാമായിപ്പോയി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എനിക്ക്. അവിടെ ഇരുന്ന ആൾക്കാർ പറഞ്ഞ് ഡ്രൈവറെ കൊണ്ട് ഡോറ് തുറപ്പിച്ചു. പക്ഷെ ഒടിയോ ചതയോ ഒന്നും ചെയ്തില്ല. എല്ലാവരും ചോദിച്ചു എന്ത് പറ്റി വല്ലതും പറ്റിയോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ കാത്തു സൂക്ഷിച്ചു, കർത്താവ് അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞു. ഒരു പോറൽ പോലും ഏറ്റില്ല. ഒരു 12:30 ആയി കഴിഞ്ഞപ്പോഴാണ് നേരൊരു വേദന, അത് ഡെസ്കയില് കുത്തി ഞാൻ എഴുന്നേറ്റപ്പോഴാണ് ആ വേദന എനിക്ക് തോന്നിയത്. പക്ഷെ ഒരു പൊടി നീരല്ലാണ്ട് കൈക്കൊന്നും പറ്റിയില്ല. അത്രയും വലിയ ഇരുമ്പ് വാതിൽ വന്ന് കൈ അടിച്ചിട്ട് കർത്താവ് എന്നെ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന് നന്ദി പറയണം ഞാൻ. എന്നെ സൂക്ഷിച്ച കർത്താവ്, എന്നെ കരുതുന്ന കർത്താവിന് നന്ദി. ആമേൻ. കർത്താവെ അങ്ങ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി. പ്രേസിച്ചു പറഞ്ഞു പോലെ തന്നെ വലിയ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചല്ലോ. കർത്താവ് കൊടുത്ത വിടുതലിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൂചി അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞത് എന്റെ മോളാ, ഞാനത് സോജി സിസ്റ്ററുടെ മോളാണ് ഏറ്റെടുത്തത് കേട്ടോ. കർത്താവ് ഒരു സാക്ഷിയാക്കും കേട്ടോ. സ്റ്റെഫി എന്ന് പറയുന്ന എന്റെ സിസ്റ്ററിന്റെ മോളെ ഞാൻ അത് ഏറ്റെടുക്കുന്നു. ആമേൻ. കർത്താവ് മകളെ തൊടാൻ വേണ്ടി പോകട്ടോ. ബ്രദറെ, എനിക്ക് പറയാനുണ്ടായിരുന്നു. ബ്രദറെ, ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ബ്രദറെ, എനിക്ക് പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. ഇന്നലെയാണെങ്കിൽ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ, റൂമിനകത്തെ ഒരു കണ്ണാടി ഉള്ളിടത്ത് ഒരു താലിമാലയുടെ കാര്യം ഇങ്ങനെ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അത് എന്റെ ചേട്ടത്തിയുടെ മോളാണ്. അപ്പൊ 7 വർഷമായിട്ട് മക്കളില്ലാതിരിക്കുവായിരുന്നു. ഇപ്പൊ 3-ാം മാസത്തിലൊരു ടെസ്റ്റിൽ അപ്പൊ കുഞ്ഞിന്റെ കഴുത്തിന് എന്തോ ഒരു വീർപ്പ് പോലെ കണ്ടു. ബയോസിക്കിന് ഫ്ലൂയിഡ് എടുത്ത് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് വന്നില്ല. അതിൽ അവൾ ഭയങ്കര വിഷമത്തിലായി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ അടയാളം ഈ പറഞ്ഞ സിസ്റ്ററുടെ ചേച്ചിയുടെ മോളോ? ചേട്ടത്തിയുടെ മോളാണ്. ചേട്ടത്തിയുടെ മോള് എറണാകുളത്താണ്. കണ്ണാടിയിൽ ഇങ്ങനെ താലിമാല തൂക്കിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടത്? ആണിയേല് ഇന്ന് കർത്താവ് കണ്ണാടിയുണ്ട്. കണ്ണാടിയുടെ അവിടെ ഒരു ആ സഹോദരി പ്രാർത്ഥനയ്ക്ക് കയറുന്നതാണോ മോള്? അല്ലല്ല, ഞാനിങ്ങനെ ഇന്ന് അത് അയച്ചു കൊടുത്തു. യൂട്യൂബിൽ നിന്ന് അത് എടുത്ത് അയച്ചു കൊടുത്തു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അമ്മ മിനിമാമേ, എന്റെ പേര് മിനിമാമേ, എന്റെ കാര്യം തന്നെ ആയിരിക്കും ആ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബയോസിക്കിന്റെ റിപ്പോർട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എല്ലാരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും 7 വർഷമായി സഹോദരിയോട് പറയണം, കർത്താവ് ദൈവസന്നിധിയിൽ യേശുവിനെ മുറുക്ക പിടിച്ചാൽ വലിയ അത്ഭുതം കാണും. ഞാനിത് പറയാൻ കാരണം, ഈ മകള് ഇപ്പൊ സിസ്റ്റർ അത് അയച്ചു കൊടുത്തല്ലോ. ഇത് അയച്ചു കൊടുത്ത സമയത്ത് ഈ മകളുടെ വീട്ടിൽ ഈ കണ്ണാടിയുടെ മുമ്പിൽ ഇതേപോലെയാണ് താലിമാല തൂക്കിയിട്ടേക്കുന്നത് വല്ലോ കാര്യം നമ്മൾ അറിയാൻ വല്ലോ വഴിയുണ്ടോ? ഇല്ല.
ഇത് അയച്ചു കൊടുക്കുന്ന സമയത്ത് സിസ്റ്റർക്ക് അറിയായിരുന്നു ഇങ്ങനെയാണ് അവിടുത്തെ കുടുംബത്തിൽ നിൽക്കുന്നത്, ഇങ്ങനെയായിരുന്നു എന്ന് അറിയായിരുന്നോ? ഞാന് 4 ദിവസം ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പൊ 28-ാം തീയതി ആയിരുന്നു ഈ ഫ്ലൂയിഡ് എടുത്ത് ബയോസിക്കിന് അയച്ചത്. അപ്പൊ അല്ല 29-ാം സിസ്റ്റർ, തീയതി ഞാൻ ഞാന് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ ഈ മാല തൂക്കിയിടുന്നത് സിസ്റ്റർ കണ്ടായിരുന്നോ ഇങ്ങനെ ഈ വീട്ടില്? ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഇതെന്തിനാ ഈ മാല എടുത്ത് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? അപ്പം പറഞ്ഞു, ചിലപ്പോ ഞാൻ കുളിക്കാൻ നേരമൊക്കെ ഇടും, ചിലപ്പോ ഡ്യൂട്ടിക്ക് നേഴ്സാ, അപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ ചിലപ്പോ എടുത്ത് ഇടത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു എന്നോട്. ചുമ്മാ ഇങ്ങനെ ഇട്ടതാന്ന് പറഞ്ഞു, അതേലോട്ട് തൂക്കി ഇട്ടാന്ന് പറഞ്ഞു, ആണിയിലോട്ട് തൂക്കി ഇടുന്നാന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് എത്രത്തോളം കാണുന്നു. സിസ്റ്റർ അത് കണ്ടതുകൊണ്ട് ഈ കേട്ടയാൾ അവർക്ക് അയച്ചു കൊടുത്തു ഈ പ്രാർത്ഥന. അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് എത്രത്തോളം കാണുന്ന തെളിവാണ്. സഹോദരി അതവിടെ വെച്ച് കണ്ടു. എന്നോട് ഈ കാര്യം വല്ലതും പറയാൻ വല്ല സാധ്യത ഉണ്ടോ സിസ്റ്റർ? ഇതുപോലെ അവരുടെ വീട്ടിലിങ്ങനെ ഇടുന്നൊന്നും ചെയ്യുന്നൊന്നും അപ്പൊ ഈ 2 ആഴ്ചക്കകമായിട്ട് ഈ ബയോസിക്കിന്റെ റിപ്പോർട്ട് ഒന്നും വരും. പേടിക്കേണ്ട, അവിടെ പറഞ്ഞാൽ മതി. ഈ ദിവസങ്ങളിൽ കർത്താവ് കണ്ടിട്ടുണ്ട്, യേശു ആ കുടുംബത്തിന്റെ അകത്ത് രോഗത്താൽ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് സഹോദരി ഈ അടയാളം കർത്താവ് വെളിപ്പെടുത്തിയത്. ഇങ്ങനെ ചെയ്യുന്ന ആളെ യേശു തൊടുന്നു, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്നതാണ് പ്രവചനം. അവരോട് പറയണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുറുകെ പിടിച്ചു. ഇനി എന്നാ ബയോപ്സി ആണെങ്കിലും എന്നാ റിസൾട്ട് ആണെങ്കിലും കർത്താവ് ഈ വിഷയത്തെ കാണുന്നു, ഇടപെടുന്നുള്ളതിന് തെളിവാണ്. അങ്ങനെയെങ്കിൽ യേശുവിന് ആ വ്യക്തിയെ വിടുവിക്കുവാനും സൗഖ്യമാക്കുവാനും ദൈവത്തിന് വലിയ സമയം വേണ്ട. അതുകൊണ്ട് മുറുക്ക പിടിച്ചോളാൻ പറയണം അവരോട്. ദൈവം എൻ്റെ തന്നെ ആണോ എന്നൊരു സംശയം ഇനി വേണ്ട, അത് ഏറ്റെടുത്തോളാൻ പറ. സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ സോജി എന്ന് പറയുന്നത് എന്റെ സിസ്റ്ററാണ്. ഏറ്റെടുത്ത് സിസ്റ്റർ, കർത്താവ് അടയാളം കേൾക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുക കേട്ടോ. ഞാൻ ഏറ്റെടുക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യട്ടെ. ആമേൻ. പറഞ്ഞു. ഈ സോമില് ജെസ്സി എന്ന് പറഞ്ഞ ഒരാളുടെ അനിയത്തി ഈ സോമിൽ നിന്ന് കേൾക്കുന്ന ആ ജെസ്സി എന്ന ആളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. കണ്ണാടി വെച്ച ഒരാള് ഈ അനിയത്തിയുടെ എല്ലാം അനുഗ്രഹിക്കുന്നെന്നും പറഞ്ഞ് പാസ്റ്റർ ഇപ്പൊ ഒരു ദൂത് പറഞ്ഞായിരുന്നല്ലോ. അതായത് ജെസ്സി എന്ന് പറയുന്നത് കേൾക്കുന്ന ആളല്ല, കേൾക്കുന്ന ആളുടെ സഹോദരിയാണ്. ഞാൻ അനിയത്തിയാണ്. ജെസ്സി എന്ന് പറഞ്ഞ എന്റെ ചേച്ചിയാണ്. യേശുവിന്റെ നാമത്തിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് നിങ്ങൾ രണ്ടുപേരെയും സാക്ഷിവാക്കാൻ വേണ്ടി പോകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാൻ എയ്ഡഡ് സ്കൂളിൽ ഒരു അധ്യാപികയാണ്. അപ്പോ മാനേജർ നമ്മുടെ സ്കൂളിന് വേണ്ടി ഒന്നും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനൊന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പൊ നഴ്സറി ക്ലാസ്സും എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിഷമത്തോടെ വർഗീസ് ബ്രദറിനെ വിളിച്ചു. ബ്രദർ വചനമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഇന്നും സൂം മീറ്റിങ്ങില് മാനേജറെ മനസ്സിൽ ബ്രദർ പറഞ്ഞില്ല, ഇങ്ങനെ ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ച് അവർ നെഗറ്റീവ് പോകുന്നു. അങ്ങനെ എന്നും പ്രാർത്ഥിക്കുമ്പോൾ അവരെ രൂപം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ നമ്മളെ PTA അംഗങ്ങളുടെ സഹായത്തോടെ മാനേജർ സമ്മതിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഈ പ്രാവശ്യം ഇതുവരെ ഞാൻ സ്കൂളിൽ ചേർന്നിട്ട് 14 വർഷമായി, ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം സ്കൂളുണ്ടായി. ഇപ്പൊ കുട്ടികളൊക്കെ കുറവാണെങ്കിലും അവരും എത്തിച്ചേരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒത്തിരി സന്തോഷമുള്ള ഒരു വർഷം. നമുക്ക് വേണ്ടി നിയമങ്ങളെ കർത്താവ് മാറ്റും, നമുക്ക് വേണ്ടി സാധ്യതകളെ ദൈവം തുറക്കും. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് ഇനിയും അത്ഭുതങ്ങൾ നിറയ്ക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ ഇപ്പൊ പറഞ്ഞല്ലോ ബാഗിൽ വാച്ച് പൊട്ടിയത് വെച്ചിരിക്കുന്നതിന്റെ കാര്യം. അത് എന്റെ മോന്റെ ബാഗില് വാച്ച് പൊട്ടിയിട്ട് അവൻ ബാഗിനുള്ളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി സാമ്പത്തികം അവൻ ഇങ്ങനെ ഒന്നും അവന് ഉയർച്ച പ്രാപിക്കാനും പറ്റണം. ബ്രദർ ഇപ്പൊ പറഞ്ഞ പോലെ അതും ഞാൻ ഏറ്റെടുക്കുന്നു എന്റെ മോന് വേണ്ടി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യവാക്കി മാറ്റും. അവിടെ പറഞ്ഞോണം, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ വേണ്ടി പോകും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞു. ബ്രദർ 2 പെയിന്റിന്റെ പാട്ട് വെച്ചിട്ടുള്ളതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടില്ലായിരുന്നോ ഇപ്പൊ? പക്ഷെ ബ്രദർ അത് വരിയിലല്ല, ബാത്റൂമില്ല. 2 പെയിന്റിന്റെ പാട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു പാമ്പിനെ കണ്ടിട്ട് എന്റെ മമ്മിയാണ് ഒരു പാമ്പിനെ കണ്ട് ഭയപ്പെട്ടായിരുന്നു. ഒരു മിനിറ്റ്, ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത സിസ്റ്റർ. വഴിയിലല്ല, വീടിന്റെ സൈഡിൽ തന്നെയാ പറഞ്ഞേക്കുന്നത്.
ആ വീടിന്റെ വലത്തെ സൈഡിലത്തെ ബാത്റൂമിലായിരുന്നു. ആ സൈഡ് വാശമുണ്ട്, വീടിന്റെ ആ വലതുവശത്ത് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ വെച്ചാണ് ഇത് കാണാൻ ഇടയായി തീർന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആലോചന. സൈഡിൽ തന്നെയാ, പക്ഷെ ആ സൈഡിനകത്ത് അത് മീൻസ് അത് ബാത്റൂം, ആ സൈഡിൽ ഒരു ബാത്റൂം പോലെ അത്. ആ ഒരു സൈഡിൽ ആ ബാത്റൂമിന്റെ അകത്ത് 2 പെയിന്റിന്റെ പാട്ടുണ്ട്. പക്ഷെ അത് ഏഷ്യൻ പെയിന്റ് ആണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഇങ്ങനെ നിരന്ന് ആ പാട്ടയുടെ 2 സൈഡിൽ ഇങ്ങനെ നിരന്ന് കിടക്കുമായിരുന്നു പാമ്പ് നിലത്ത്. എന്നാ ആ മാതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്ന വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. ഓക്കെ ബ്രദറെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധി. പറഞ്ഞു ബ്രദറെ, എനിക്ക് ഒരു കാര്യം എനിക്ക് പറയണ്ട ബ്രദറെ. എനിക്കാണെങ്കിൽ എന്റെ പേര് സുമ. എന്റെ കണ്ണിനാണെങ്കിൽ ഒട്ടും കാഴ്ചയില്ല. എനിക്കാണെങ്കിൽ ഞരമ്പ് ചുരുങ്ങുന്ന അസുഖം. എന്റെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. ഞാൻ ഒരുപാട് ഭാരപ്പെട്ട് അംഗൻവാടി പൊയ്ക്കൊണ്ടിരുന്ന എനിക്ക് 4 വർഷം കൊണ്ടേ ലീവിലായി വീട്ടിൽ കുത്തിയിരിക്കുക. പോകാൻ പറ്റത്തില്ല. അവരങ്ങ് ക്യാൻസൽ ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ വിളിച്ച് പറയുന്നു. ഡേറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുക, സമയം കഴിഞ്ഞ്. ഇപ്പൊ ഒട്ടും കാണാൻ പറ്റില്ല സിസ്റ്റർക്ക്? ഒട്ടും കാണത്തില്ല. കണ്ണ് ഫുള്ള് മങ്ങല. ബൈബിള് വായിക്കാനോ ഒന്നും പറ്റത്തില്ല. സിസ്റ്റർ 2 കൈ എടുത്ത കണ്ണെ വെച്ച് എന്നിട്ട് പറ, എന്റെ കൂടെ പറ, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ കാഴ്ച മങ്ങിപ്പോകാനല്ല യേശു വില കൊടുത്തത്, എന്റെ കാഴ്ച പ്രാപിക്കുവാൻ വേണ്ടി യേശു വില കൊടുത്തതാണ്. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇനി ആ മകള് കർത്താവെ കാഴ്ചയില്ലാത്തുള്ള ഇരിക്കത്തില്ല. കുരുടന്റെ കണ്ണ് തുറന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ കൽപ്പിക്കുന്ന കണ്ണ് തുറന്നു വരട്ടെ, മങ്ങിയ അവസ്ഥകൾ മാറട്ടെ, ജോലിയിൽ പ്രവേശിക്കട്ടെ. കാണുന്നവരെല്ലാവരും അതിശയമായിട്ട് ഇന്ന് ഈ നിമിഷം തന്നെ അതിനെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, കൽപ്പിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ ആ കണ്ണ് തുറന്നു വന്ന കൃപയ്ക്ക് നന്ദി. ഈ നിമിഷം മുതൽ വ്യത്യാസം കാണും. ഈ നിമിഷം മുതൽ കർത്താവിന്റെ പ്രവൃത്തികൾ ആ ശരീരത്തിന്റെ മേൽ നിറയ്ക്കുന്നതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ, ഇപ്പം മുതൽ വ്യത്യാസം കാണും. ആ മങ്ങിയ അവസ്ഥയൊക്കെ ഇപ്പൊ തന്നെ മാറും. ഈ നിമിഷം തന്നെ നന്ദി പറഞ്ഞു ദൈവത്തിന്. കർത്താവ് അത് സൗഖ്യമാക്കിയിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു. ഞാൻ ഇന്നലെ വളരെയധികം പെട്ടെന്ന് 3-4 ദിവസം കൊണ്ട് വലിയ പ്രശ്നത്തിലായിരുന്നു, വാക്ക് തർക്കമൊക്കെ ആയിട്ട്. പക്ഷെ ദൈവം ഇന്നലെ ഇടപെട്ടു, അത് സന്തോഷമാക്കി മാറ്റി, വലിയ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി, അത് അത്ഭുതമാക്കി. സമാധാനം ദൈവം തന്നു. ദൈവത്തിന് മഹത്വം. നന്ദി. കർത്താവൻ കൊടുത്ത സമാധാനത്തിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് ശരൺ എന്നാണ്. ഞാൻ കുറെ ദിവസം കൊണ്ട് ബ്രദറിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ബ്രദറെ, ഞാൻ ബിടെക് കഴിഞ്ഞതാ. അപ്പൊ ഞാൻ അടുത്ത 1 വർഷം വർക്ക് ചെയ്തിട്ട് MBA ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോ എനിക്ക് വിദേശത്ത് ചെയ്യണോ ഇന്ത്യയിൽ ചെയ്യണോ എന്നുള്ള വളരെ കൺഫ്യൂഷനിലാണ്. ഞാൻ കുറെ കാലം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ദൈവ ആത്മാവ് എന്താ പറയണെന്ന് അറിയാൻ ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പറയാവോ? ഇപ്പൊ എവിടെയാ ബ്രദർ നിൽക്കുന്നേ? ഞാൻ ഇവിടെ നാട്ടിലാണ്, ട്രിവാൻഡ്രത്താണ്. ഞാനിപ്പോ ഇവിടെ പുറത്ത്, എന്റെ ബ്രദർ കാനഡയിലാണ്. അപ്പൊ ഞാൻ പുറത്ത് ചെയ്യണോ ഇവിടെ തന്നെ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. കർത്താവ്, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയമകന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകട്ടെ, നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവ്, ഞങ്ങൾ ഇന്ന് ദൈവത്തിന്റെ വലിയ മഹത്വം എന്ന മകന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അതിലെ കർത്താവ് വഴി തുറക്കും. തൽക്കാലം ബ്രദറിനെ ഇവിടെയാണ് കാണിക്കുന്നത്. പക്ഷെ രാജ്യങ്ങളുടെ നന്മ ദൈവത്തിന്റെ പ്ലാനിലുണ്ട്. പഠനവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേറൊരു മേഖലയിലൂടെ ദൈവം വഴി തുറക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ. പറഞ്ഞു. ഹലോ ബ്രദറെ. പിന്നെ എന്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഭാരപ്പെട്ട് ഞങ്ങൾ ഒരു ദേശം വിട്ട് വേറൊരു ദേശത്തേക്ക് വന്നതാണ്. അപ്പൊ അതിനെല്ലാം കാരണം എന്റെ ഒരു മൈഗ്രെയിന്റെ തലവേദനയുടെ വിഷയം കാരണമാണ് ഞാൻ ആ ദേശം വിട്ടത്. അപ്പൊ എനിക്കൊരാള് സത്യവെളിച്ചത്തിന്റെ സൂമിൽ ലിങ്ക് തന്നായിരുന്നു. അപ്പൊ ഞങ്ങള് 2-3 ദിവസം കേറിയില്ല. പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ മെയ്യിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ പേര് ബ്രദർ പറഞ്ഞായിരുന്നു. അതായത് ഒരു ദേശം വിട്ടിട്ട് അടുത്ത ദേശത്തേക്ക് വന്നിട്ട് അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് അയാളുടെ പേര് വിഷ്ണു എന്നാണ്. നിന്റെ പേരാണ് വിഷ്ണു. അപ്പം ഒരു ദേശം വിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നു. കുടുംബം വിറ്റു. അച്ഛന്റെ സഹോദരങ്ങൾക്ക് ഓഹരി ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, പഴിയുണ്ട്.
പുതിയ ദേശത്തേക്ക് വന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. ഒരു മദ്യപാനിയുടെ വിഷയം കാരണം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ വഴക്കും ബഹളവും. എനിക്കാണെ ജോലിയില്ല ബ്രദറെ. 9 വർഷമായിട്ട് ഞാൻ വീട്ടിനകത്ത്. അത് ഈ തലവേദന കാരണമാണ്. കരയാത്ത ദിവസങ്ങളിലല്ല, അതുപോലെ സാമ്പത്തിക വിഷയങ്ങളിലും ഒക്കെ കുടുങ്ങി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇന്റർവ്യൂ എല്ലാം ഫെയിൽ ആവുക. ഇപ്പൊ എനിക്ക് വയസ്സ് 35 തുടങ്ങി. അപ്പം ബ്രദർ എന്റെ പേര് പറഞ്ഞെന്ന് ഒരു സിസ്റ്റർ പറഞ്ഞു. ഞാനിപ്പോ തുടർച്ചയായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം പ്രത്യാശയില്ലാതെ ഈ വർഷം തുടക്കമേ എനിക്ക് പ്രത്യാശയില്ലായിരുന്നു. പക്ഷെ വചനം കേട്ടുമൊക്കെ ഓൺലൈൻ മീറ്റിംഗ് കേട്ടും ബലപ്പെട്ട് നടക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി വിശ്വാസത്തിൽ എങ്ങനെ ഉറക്കണമെന്നുള്ളത് ഈ മീറ്റിംഗ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആമേൻ. കർത്താവ് വലിയ പ്രവർത്തികളെ ബ്രദറെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ബ്രദർ പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. ബ്രദറെ ഈ ബ്രദറിന്റെ പേര് ഇന്നതാണെന്നും ബ്രദർ ഇങ്ങനെ വിഷയത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും ദേശം വിട്ട് ദേശം പോകുന്ന വ്യക്തിയാണെന്നും വല്ലതും ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടായിരുന്നോ? ഇല്ല ബ്രദർ, ഇല്ല. ഇല്ല, അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ രോഗത്തെയും സകല വിഷയത്തെയും യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണം. ഈ വചനം എപ്പോഴും പറഞ്ഞോണം. കർത്താവ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ നന്മ കാണും. സങ്കീർത്തനത്തിൽ നന്മയും കരുണയും എൻ്റെ പുറകെ വരും, ഞാനൊരു അനുഗ്രഹമായി തരും. ഇതെപ്പോഴും പറഞ്ഞോണം. ഈ ദിവസങ്ങളിൽ ഈ മാസത്തിന്റെ അകത്ത് തന്നെ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരും കേട്ടോ. സാക്ഷ്യമാക്കിയ ദൈവം മാറ്റും, അത്ഭുതമാക്കിയ ദൈവം മാറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ സാക്ഷ്യമല്ല, ഒരു എന്തിനു പോണമെന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഓർ ഡിഗ്രിയാ മെയിൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഇപ്പോഴും അവനൊരു കൺഫ്യൂഷൻ. എഞ്ചിനീയറിംഗും കിട്ടിയിട്ടില്ല, കീം എഴുതിയിട്ടിരിക്കുവാണ്. എന്താ മുന്നോട്ടുള്ള ഒരു ആലോചന ചോദിക്കുക ബ്രദറിനോട്. സമയത്ത് സാക്ഷ്യമാണെന്ന് അറിയെങ്കിലും നമുക്കെല്ലാം ചുറ്റും പ്രതിസന്ധി ആവുമ്പോ എല്ലാം ഇത് ഏത് തിരഞ്ഞെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ. ഒന്ന് പ്രാർത്ഥിച്ചെന്ന് കർത്താവിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവർത്തികളാൽ കർത്താവ് തുറക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററെ, മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അവനോട് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വഴിയെ കർത്താവ് തുറക്കും കേട്ടോ. ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് നടക്കും. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നന്ദി പിതാവേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം മുന്നോട്ട് പോയി. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ബാക്കി സാക്ഷ്യങ്ങളെ നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാം. ദൈവം അനുവദിച്ചാൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു കൂട്ടായ്മ പോലെ ഇരിക്കുക. ആ സമയങ്ങളിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവിക ആലോചനകൾക്ക് വേണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം സംസാരിക്കുവാൻ വേണ്ടിയും ഇന്നാൾ നമ്മൾ പണ്ട് ചെയ്തതുപോലെ തന്നെ ഒരവസരം നമുക്ക് ദൈവകൃപയാൽ ഒരുങ്ങും. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ഒരു ക്രമീകരണം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും തൊട്ടടുത്തല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അന്ന് നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ കൂടുതലും സംസാരിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കാൻ ഇടയായിത്തീരും. നാളെ നമുക്ക് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. UK ടൈമിലാണ്. അതിൻ്റെ മെസ്സേജ് വരും. ആഗ്രഹിക്കുന്നവർക്ക് പങ്കുചേരാൻ നിർബന്ധമൊന്നുമില്ല. ഉറങ്ങാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിലുണ്ടെങ്കിൽ അവർക്കും പങ്കുചേരാം. ഫ്രൈഡേയിൽ നമുക്ക് ലേഡീസ് മീറ്റിംഗ് ഉണ്ട്. അതിന് അടുത്ത ആഴ്ച പോലെ നമുക്ക് ചിലപ്പോൾ സാറ്റർഡേയിലോട്ട് ചേഞ്ച് ആകാനൊരു ആഗ്രഹമുണ്ട്. എല്ലാവരുടെ അഭിപ്രായം നോക്കിയിട്ടുള്ളൂ. എങ്കിലും വെള്ളിയാഴ്ച നമുക്ക് വുമൻസ് പ്രയർ ഉണ്ട്. ടൈമും അതുപോലെ തന്നെ അറിയിക്കാം. പഴയ ടൈമിൽ തന്നെ ആയിരിക്കും. ഇന്ത്യൻ സമയം 6 മണിക്ക്. നാളെ UK ടൈം 8 മണിക്കാണ്. അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവർത്തികളാൽ ദൈവം നിറയ്ക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും. ബ്രദർ, കഴിഞ്ഞ ആഴ്ചയില് ആ അന്യഭാഷ പ്രെയർ UK ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഞാൻ അത്രയും എണീറ്റിരുന്നിട്ടും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. അതെന്താ പറ്റിയെന്ന് അറിയത്തില്ല. സിസ്റ്ററെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ലിങ്കിൽ എന്തോ ഒരു പ്രോബ്ലം വന്നതാണ്. പക്ഷെ കുഴപ്പമില്ല. ഈ പ്രാവശ്യം നമ്മുടെ സെയിം ലിങ്ക് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് സൂമിൽ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും സൂം പ്രാർത്ഥന നടത്തുന്ന സെയിം ലിങ്കിൽ തന്നെയാണ് അടുത്ത ആഴ്ച. അപ്പോൾ ഞാൻ ലിങ്ക് ഒന്നുകൂടി ഇടുന്നുണ്ട്. എങ്കിലും ആ ലിങ്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അന്യഭാഷ പ്രാർത്ഥനയ്ക്കും ലേഡീസ് മീറ്റിങ്ങിനും എല്ലാം ഇനി മുതൽ ആ സെയിം ലിങ്ക് തന്നെയാണ്. ഹെഡിങ്ങുകൾ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മുതൽ ശ്രദ്ധിച്ചാൽ മതി. അഥവാ അയച്ച ലിങ്ക് കിട്ടിയില്ലെങ്കിലും ആ സമയത്ത് ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ആ സമയത്തെ അതെല്ലാം ആക്റ്റീവ് ആകത്തുള്ളൂ. അങ്ങനെ ചെയ്തിരിക്കുന്നത്. കർത്താവ് ഇല്ല, യൂട്യൂബിലില്ല സിസ്റ്റർ. അത് അന്യഭാഷ പ്രാർത്ഥന യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കാം. വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ.
നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങൾ എല്ലാവർക്കും ഒരുങ്ങി വരട്ടെ. നെറ്റൊക്കെ നന്നായിട്ട് റീചാർജ് ചെയ്ത് വെക്കുക. നമ്മൾ അതിനൊരു പിശുക്കും കാണിക്കേണ്ട. ദൈവിക വചനം കേൾക്കാൻ വേണ്ടിയാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. അൺലിമിറ്റഡ് ഒക്കെ എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും, വാതിലുകളെ തുറക്കും. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നവര് ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കും. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറയാം. ഈ നിമിഷം തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥലം